ഹൃദയപൂരിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹി അലീമുൽ ഖുദ്റതി വശ്ശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ് ദീനി വൽ ഖുർആൻ മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرب. إلهي نجني من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. ഒന്നരായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ ഹംസ ഹാജി, നലാക്കോട്ട അബൂക്ക, ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടി കുഞ്ഞാപ്പി ഹാജി, മറ്റു ഉസ്താദുമാർ, വേദിയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സദസ്സിലെ പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മബെങ്ങന്മാർ, അള്ളാഹു നമ്മുടെ മജ്ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ മുഹിബ്ബീങ്ങളെയും കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അമ്മായിമ്മയും മരുമക്കളും ഈ ഒരു വിഷയം ഭൂമിയിലെ ജീവിതത്തെ നന്നാക്കിക്കളയുന്ന, ഭൂമിയിലെ ജീവിതം നരകമാക്കിക്കളയുന്ന, ഈ ഭൗതിക ലോകത്തെ ജീവിതത്തെ സ്വർഗമാക്കിക്കളയുന്ന രണ്ട് വിഭാഗമാണ് അമ്മായിമ്മമാരും മരുമക്കളും. അവർ തമ്മിൽ സന്തോഷം ഉണ്ടോ? എല്ലാം നമുക്ക് വീണ്ടെടുക്കാനേ ഉള്ളൂ. അവർ തമ്മിൽ പ്രശ്നമുണ്ടോ? എന്തുണ്ടെങ്കിലും ജീവിതം കലങ്ങിപ്പോകും. അതുകൊണ്ട് വളരെ ഗഹനമായ ഒരു ഭാഗം നാളെ, മറ്റന്നാൾ തുടങ്ങിയുള്ള ഓരോ ദിവസങ്ങളും ഇന്നു മുതൽ, ഇന്നലെ നാം ആമുഖമായി പറഞ്ഞു, നാട്ടുകാരെ തബറുക്കിന് വേണ്ടിയാണ് ഇന്നലെ തുടങ്ങിയത്. ഇന്നു മുതൽ നമ്മുടെ ജീവിതമാണ്. വരുന്ന 9 ദിവസവും നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ടുള്ള ഒരു വിഷയം. പ്രഭാഷണത്തിന് മധുരം കൂട്ടുകയോ ശൈലി നോക്കുകയോ ചെയ്യാതെ പ്രിയപ്പെട്ട നാട്ടുകാരോട് നാം ഒരു രക്തങ്ങളാണ്, മൂമിനീങ്ങളാണ്. മൂമിനീങ്ങളായി തന്നെ ഇതുപോലെ ചിരിച്ചും കളിച്ചും ദേഷ്യപ്പെട്ടും തമാശകൾ പറഞ്ഞും സ്വർഗത്തിലും ഇങ്ങനെ നടക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നാട്ടുകാരായി ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ്. സ്വർഗത്തിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിലെ വിഷയങ്ങൾ, അത് ഏതെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരു സഹോദരൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുമെന്നും അതൊന്ന് ചിന്തിക്കട്ടെ എന്നും വിലയിരുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം ഞാൻ നയിക്കുമെന്നും ഒരു പെങ്ങള് ചിന്തിച്ചാൽ, ഒരു സഹോദരൻ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാക്കിയെടുക്കാൻ കഴിയും. ആ നിലക്കുള്ള ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 30-33 ഹദീസുകൾ, മഹാന്മാർ കാണിച്ചു തന്ന 3-4 സംഭവങ്ങൾ, അത് ഇന്ന് അല്പം പറയും. നാളെ നമ്മുടെ ഈ മേഖലയിലെ ഒരു ഘടകമാണ് നാളത്തെ വിഷയം.
അപ്പൊ ആ രൂപത്തിലൂടെ അങ്ങ് കൊണ്ടുപോകും. അല്ലാഹു തആല ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സ്നേഹമുള്ള നാട്ടുകാരെ, ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് ഈ വിഷയത്തിന്റെ ഗൗരവം തിരിയാൻ വേണ്ടി പറയുന്നത്, ഇതിലൂടെയാണ് മുസ്ലിയാരാണെങ്കിലും ഉസ്താദാണെങ്കിലും തങ്ങളാണെങ്കിലും കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ ഭാഗ്യം ലഭിച്ച ഹാജിയാണെങ്കിലും എത്രയോ ഹജ്ജ് ചെയ്ത കില്ല പിടിച്ച പാൽക്കടല പോലെ വിശാലമായി കിടക്കുന്ന അറഫ മൈതാനിയിൽ ചെന്ന് അല്ലാ എന്ന് വിളിച്ച് കരയാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും വീട്ടിൽ ആ പണ്ഡിതന്റെ ഉമ്മയും ആ പണ്ഡിതന്റെ ഭാര്യയും അവർ തമ്മിൽ ഒരു സന്തോഷമുണ്ട് എങ്കിൽ എല്ലാം ഈ ദർസ് ജീവിതവും അതുപോലെ ഹജ്ജ് ജീവിതവും ഗൾഫ് പ്രവാസ ജീവിതവുമൊക്കെ സന്തോഷമാകും. നാട്ടുകാരെ, ഗൾഫുകാരായ പ്രവാസികൾ അമ്മായിപ്പോരുകൊണ്ടും അതുപോലെ ഭാര്യയുടെ ചില ദുസ്വഭാവം കൊണ്ടും ഏറ്റവും കൂടുതൽ ജീവിതം തൊലഞ്ഞു നടക്കുന്ന വലിയൊരു വിഭാഗം അത് പ്രവാസികളാണ്, ഗൾഫുകാരാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി വരുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ഗൾഫ് നാടിൽ ചെന്ന് നല്ലൊരു ഭക്ഷണം ശരിക്ക് കഴിക്കാൻ ഇല്ലാനിട്ടല്ല, ഉണ്ടാക്കാൻ ആളില്ല. ഭാര്യ നാട്ടിലാണ്, പെങ്ങള് നാട്ടിലാണ്, ഉമ്മ നാട്ടിലാണ്. അതുകൊണ്ട് സ്വന്തമായി ചായ ഉണ്ടാക്കി സ്വന്തമായി ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ പ്രിയപ്പെട്ട സഖി ഭാര്യയെ ഓർത്തുകൊണ്ട് കിടക്കുന്ന, പൊന്നു മക്കളെ ഓർത്തുകൊണ്ട് കിടക്കുന്ന, മാത്രമല്ല അപ്പോഴായിരിക്കും ഫോൺ വരുന്നത്. 3 വയസ്സുള്ള കുഞ്ഞ് ഉപ്പാ എന്ന് വിളിക്കുമ്പോ ആ പ്രവാസി കിടക്കുന്ന സമയം കണ്ണീരൊടുക്കും. കാരണം മോളെ എന്ന് വിളിച്ച് ഒന്ന് അണച്ചുകൂട്ടേണ്ടെന്ന ആ മനുഷ്യൻ ഗൾഫ് നാടുകളിലാണ്. 3 വയസ്സുള്ള പിഞ്ചു പൈതൽ എത്രയോ കിലോമീറ്റർ ഇപ്പുറത്തുമാണ്. അതെല്ലാം സഹിച്ചുകൊണ്ട് പ്രവാസ ജീവിതം നയിക്കുന്ന പാവങ്ങൾ ഉമ്മമാരെ, നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട്, നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകളെ കൊണ്ട് നിങ്ങളുടെ വീടുകളിലുള്ള വിഷമകരമായ അപകടകരമായ ജീവിതം കൊണ്ട് ഈ മക്കളുടെ ഭാവി പോയിരിക്കുകയാണ്. ഈ മക്കൾ കണ്ണീരൊടുക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ഗൾഫിൽ പോയ നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങിത്തന്ന, നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് 10,000-ഉം 20,000 രൂപയും വിളിക്കുമ്പോഴേക്കും അയച്ചു തരുന്ന പൊന്നുമോന്റെ കണ്ണീര് കാണുന്നുണ്ടോ ഉമ്മ? കണ്ണീര് നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നത്തെ വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൃത്യമായി തുടങ്ങി കൃത്യമായി നമുക്ക് നിർത്തേണ്ടുന്ന ഒരു മജ്ലിസ് തന്നെയാണ്. ഓരോ ദിവസത്തെ പ്രഭാഷണവും പിറ്റത്തെ ദിവസം ഇവിടെ വിതരണം ചെയ്യും. ഇന്നലെ വഅദ് പറഞ്ഞത് ഇന്ന് വിതരണം ചെയ്യും. തുച്ഛമായ കാശ് കുട്ടികൾ കഷ്ടപ്പെടുന്നതിന് ചെലവാകുന്നത് മാത്രം വാങ്ങിയിട്ട് എല്ലാ വീടുകളിലും ഇന്നത്തത് നാളെ, നാളത്തത് ഓരോ ദിവസവും പിറ്റത്തെ ദിവസം വിതരണം ചെയ്യുന്ന ഒരു രൂപത്തിലൂടെയാണ് നമ്മുടെ ഈ പ്രഭാഷണ മജ്ലിസ് നടക്കുന്നത്. 100% സ്വർഗം കിട്ടണമെന്നും ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നാട്ടുകാരെല്ലാവരും പരസ്പരം ഇണക്കത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്നുള്ള അഭിലാഷം വെച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ വേദി തുടരുകയാണ്. അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ലൊരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ നേതാവ്, സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ വിഷയം പ്രായമുള്ള പിതാക്കളും ഉമ്മമാരും സഹോദരങ്ങളും പെൺകുട്ടികളും വിവാഹിതരായവരും ആകാൻ പോകുന്നവരും ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സ് ഇങ്ങോട്ട് ക്ഷണിച്ച് പെട്ടെന്ന് വിഷയത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ, നമുക്ക് വേണ്ടി സ്വർഗീയ ലോകത്ത് അവിടുത്തെ മക്കൾ എന്ന നിലയ്ക്ക് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മെ കണ്ട് പുഞ്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 53 കൊല്ലം മക്ക എന്ന പിറന്നു വീണ നാട്ടിൽ ജീവിച്ചു. മക്ക എന്ന മണ്ണിൽ മക്കത്തുൽ മുക്കറമ ആദം നബി തൊട്ട് അമ്പിയാക്കളും കോടാനക്കോടി വരുന്ന മലായിക്കത്തും കാലുകുത്തിയ മത്താഫി എന്ന കഅബാലയം സ്ഥിതി കൊള്ളുന്ന മക്കത്തുൽ മുക്കറമ, മുസ്ലിമിന്റെ അഭിമാനവും അഭയവ കേന്ദ്രവുമായ മക്കത്തുൽ മുക്കറമ, ആ മക്കത്തുൽ മുക്കറമ സ്ഥിതി കൊള്ളുന്ന നാട്ടിൽ
53 കൊല്ലം നമ്മുടെ ഉപ്പാപ്പ ജീവിച്ചു. 53 കൊല്ലത്തെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് വിഷമം നേരിടുകയാണ്. സ്വന്തം നാട്ടിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കണ്ണീരൊടുക്കിയ രംഗം ലോകത്തൊരു മനുഷ്യനെ ആക്രമിച്ചത് കൊണ്ടല്ല, ലോകത്തൊരു മനുഷ്യനെ ഉപദ്രവിച്ചത് കൊണ്ടല്ല, നേരെ മറിച്ച് പിറന്നു വീണ നാട്ടിൽ വെച്ച് അവിടുന്ന് കണ്ണീരൊടുക്കി ഇറങ്ങേണ്ടി വരുന്ന രംഗം കഅബാലയത്തെ കില്ല പിടിച്ചു പറഞ്ഞു, ആഗ്രഹം കൊണ്ടല്ല ഞാൻ പോകുന്നത്, വിഷമം കൊണ്ടാണ്. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് ഈ അവസ്ഥകളൊക്കെ. ഖദീജ ഉമ്മയും റസൂലുള്ളയും ജീവിച്ച ജീവിതത്തിലെ സന്തോഷകരമായ രംഗങ്ങൾ നാളത്തെ വിഷയത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഖദീജ ഉമ്മ വഫാത്തായപ്പോ പിന്നെ വിഷമങ്ങൾ നേരിട്ടു. അവസാനം കൂട്ടിന് വേണ്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എല്ലാത്തിനുമുള്ള ഒരു മുത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഞാനുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്, അവരൽ പോലെയുള്ള 10,000-കണക്കായ സ്വഹാബികൾ ഉണ്ടായിട്ട്, 10,000-കണക്കിന് വരുന്ന സ്വഹാബികൾ ഉണ്ടായിട്ട് നിങ്ങളെയല്ലേ റസൂലുള്ള മദീനയിലേക്ക് പോകുമ്പോൾ സ്വീകരിച്ചത്? നിങ്ങളെയല്ലേ കൊണ്ടുപോകാൻ അതൊരു ഭാഗ്യമല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എത്രയാണ്? ആ സിദ്ദീഖ് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് വസാഹിബക ഫലാ അൻസാഹുമാ അബദാ മിന്നിസ്സലാമു അലൈക്കും മാ ജറൽ ഖലമോ. റസൂലുള്ളാഹിന്റെ കാലിനോട് നബി തങ്ങളുടെ ചാരത്ത് തൊട്ടുകിടക്കുന്ന 2 മുത്തുകളിൽ പ്രധാനപ്പെട്ടൊരു മുത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിതാക്കളെ സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പുറപ്പെടുന്ന സമയം മദീനക്കാർ ആവേശത്തോടുകൂടെ മർഹബാ മർഹബം ബിക മർഹബാ മർഹബം ബിക മർഹബാ, സ്ത്രീകളെ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനക്കാർ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. മദീനക്കാർ ഒരുങ്ങി നിൽക്കുന്നു. പ്രായപരിധിയില്ല, എല്ലാവർക്കും ആ ഹബീബിന്റെ മുഖം ഒരു നോക്ക് കാണണം. പ്രായമുള്ളവർക്ക് കാണണം, കുട്ടികൾക്ക് കാണണം, എല്ലാവർക്കും ഒരു നോക്ക് കാണണം. ആശ വെച്ചുകൊണ്ട് പിഞ്ചു പൈതലുകൾ, അവർ കുട്ടികളെ പോലെ മുന്നിൽ, അവർ പ്രായമുള്ളവരുടെ മുന്നിൽ ഓടിക്കളിക്കുന്ന മക്കളാണ്. ആ മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ പ്രായമുള്ളവർ വളരെ പക്വതയോടുകൂടെ കാത്തു നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത ശംസുൻ അന്ത ബദറു, അന്ത ശംസുൻ അന്ത ബദറു, അങ്ങ് ശംസാണോ, അങ്ങ് ബദറാണോ, അന്ത നൂറുൻ ഫൗഖ നൂർ, അങ്ങല്ലേ പ്രകാശം ഈ ഭൂമിക്ക് നൽകിയത്, അന്ത നൂറുൻ, ആ നൂറ് നൽകാൻ വേണ്ടി കാണാൻ കാത്തിരിക്കുന്ന സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് മദീനയിലേക്ക് നടക്കുന്നു. മദീനയുടെ അതിർത്തിയിലെത്തി. എല്ലാ സ്വഹാബികളും മദീനക്കാർ ഖദിമ റസൂലുള്ളാഹ്, ഖദിമ റസൂലുള്ളാഹ്, ഖദിമ റസൂലുള്ളാഹ്. മുഴുവൻ മദീനക്കാരായ ആളുകൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിക്കുന്നു, ഖദിമ റസൂലുള്ളാഹ്, റസൂലുള്ള നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. നബി തങ്ങൾ മദീനയിൽ കാലുകുത്തിയിരിക്കുന്നു. ആ സമയത്ത് ധീരരായ യുവമനസ്സുകൾ മർഹബം ബിക യാ റസൂൽ മർഹബാ, എല്ലാവരും ആവേശത്തോടുകൂടെ മർഹബ പാടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാഇ, മദീനക്ക് വെളിച്ചം നൽകിയ നബിയേ, യാ റസൂൽ മർഹബ, മദീനക്ക് വെളിച്ചം നൽകിയ നബിയേ. എല്ലാവരും ആവേശഭരിതരായി റസൂലുള്ളാഹിനെ കാണാൻ നിൽക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി തങ്ങളുടെ അരികിൽ അവിടുന്ന് വരുന്ന വഴിയിൽ ചെന്നു നിന്നു. 53 വയസ്സ് തികയുമ്പോഴാണ് യാത്ര മദീനയിലേക്ക്. ഈ മദീനക്കാരോട് ആദ്യമായി നൽകുന്ന ഉപദേശം അത് കൊത്തിവെക്കേണ്ട നസീഹത്താണ്, കൊത്തിവെക്കേണ്ട ഉപദേശമാണ്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും?
ഞാനത് കൊത്തിവെച്ച് അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങളുടെ നെഞ്ചത്ത് തറക്കാൻ പറ്റും വിധത്തിൽ, പഠിപ്പിക്കാൻ പറ്റും വിധത്തിൽ ഞാനത് എഴുതി വെക്കുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ ഒരുങ്ങി അല്ലാഹുവിന്റെ ഹബീബ് വരുന്ന വഴിയിൽ ചെന്നു നിന്നു. റസൂലുള്ള മദീന അതിർത്തിയിലെത്തി. അവിടുന്ന് മദീനയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മദീന, മദീനക്കാരെ അല്ലാഹുവിന്റെ സലാം. യാ അഹ്ലൽ മദീന, യാ അഹ്ലൽ മദീന, യാ അഹ്ലൽ മദീന, മദീനക്കാരെ നിങ്ങൾക്കൊരു സലാം. എല്ലാവർക്കും റസൂലുള്ള സലാം ചൊല്ലുന്നു. എന്നിട്ട് 3 ഉപദേശം മദീനക്കാർക്ക് അല്ലാഹുവിന്റെ ഹബീബ് ആദ്യമായി സന്തോഷത്തോടുകൂടെ സ്വന്തം നാട്ടിൽ നിന്ന് കണ്ണീരോടുകൂടെ ഇറങ്ങിത്തിരിച്ച ആ ഉപ്പാപ്പാക്ക് മദീനയിലെ ആളുകളുടെ സ്നേഹവും സന്തോഷവും മഹബത്തും പ്രകടമായപ്പോ റസൂലുള്ള 3 ഉപദേശം കൊടുത്തു. ആ 3 ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 നസീഹത്തിൽ ഒന്നാണ്, നാട്ടുകാരെ, മദീനക്കാരെ കണ്ട ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന നസീഹത്ത് സിലുൽ അർഹാം, സിലുൽ അർഹാം, സിലുൽ അർഹാം. മദീനക്കാരെ, നിങ്ങൾ കുടുംബ സ്നേഹികളാവണം, നിങ്ങൾ കുടുംബ സ്നേഹികളാവണം, നിങ്ങൾ കുടുംബ സ്നേഹികളാവണം. വസിലത്തുൽ അർഹാമി മിൻ അഫ്ളലി ത്വാഅതി ബഅദൽ ഈമാൻ. ഈമാനിന്റെ വെളിച്ചം തട്ടിയ ഒരു മുസ്ലിമായ മനുഷ്യന് ഈമാനിന്റെ പ്രകാശം കിട്ടിയതിന് ശേഷം ആ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല പ്രവർത്തനം സിലത്തുൽ അർഹാം, അത് കുടുംബ സ്നേഹമാണ്. വസിലത്തുൽ അർഹാമി മിൻ അഫ്ളലി ത്വാഅതി ബഅദൽ ഈമാൻ. ഈമാനിന്റെ വെളിച്ചം തട്ടിയതിന് ശേഷം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം കഅബാലയത്തിന്റെ ഖില്ല പിടിക്കലല്ല, പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്ന് അല്ലാഹ് എന്ന് വിളിക്കുന്നത് എത്ര വലിയ പുണ്യമുള്ള അമലാണ്. മദീനക്കാരെ, അതിലും വലിയ അമലുകൾക്കാണോ സിലുൽ അർഹാം, അത് കുടുംബ സ്നേഹമാണ്. സ്വഹാബികളെ, മൽ ഖൈറുൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ? റസൂലുള്ളാഹി പറയുന്നു, മൽ ഖൈറുൻ നാസ്, ആരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യൻ? സ്വഹാബത്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഞാൻ എൻ്റെ ഉമറാക്കളെയും നേതൃനിരകൾ ഇവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ സന്തോഷമുണ്ട്. ആ നേതൃത്വത്തെ ഇരുത്തി പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ ഖൈറുൻ നാസ്, ആരാണ് സ്വഹാബികളെ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ? പല ആളുകളും പറഞ്ഞു, യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ആളുകൾ. ലാ, ഏറ്റവും നല്ല മനുഷ്യൻ ഔസലുഹും ലിറഹ്മിഹി, ഔസലുഹും ലിറഹ്മിഹി, ഏറ്റവും നല്ല കുടുംബ സ്നേഹിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ ചൊല്ലിക്കോളി. ഈ പ്രസംഗം തീരുമ്പോൾ ഓരോ ദിവസവും ചുരുങ്ങിയത് ഞാനൊരു 50 or 60 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ പേര് പറയും. എന്നിട്ട് നമ്മൾ ഒരു രക്തങ്ങളാണ്, ഒരു മണ്ണിലെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടെ തന്നെ എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പിടയുന്ന ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. പിടയുന്ന എൻ്റെ ഭാര്യയ്ക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരിന്ന് എന്നെ ഏൽപ്പിച്ചവരുണ്ട്. അങ്ങനെ നീറുന്ന വിഷമങ്ങൾ. നാട്ടുകാരെ, ചുരുങ്ങിയത് നമുക്കൊരു 25,000 സ്വലാത്ത് ഓരോ ദിവസം ഉപ്പാപ്പയുടെ അരികിലേക്ക് എത്തിക്കണം. എത്തിച്ചുകൂടെ നമുക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഒരു പ്രാവശ്യം പറയും, എൻ്റെ ഉമ്മ പെങ്ങന്മാരൊക്കെ ചൊല്ലണം. ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് വഅദ് തീരുമ്പോ 25,000 സ്വലാത്ത് കൂടുകയല്ലാതെ കുറയൂല. ഈ സദസ്സ് കണ്ടാൽ 25,000 സ്വലാത്ത് എത്തിച്ച് ചൊല്ലിയിട്ട് നാം പിരിയുമ്പോ ഒരു മനസ്സിന്റെ ഉടമകളായ നമ്മൾ ഒന്ന് കൈനീട്ടി 2 മിനിറ്റ് ദുആ ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ? അല്ലാഹ് കൊടുക്കോ? അല്ലാഹ് നമുക്ക് റാഹത്ത് നൽകില്ലേ? അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പേര് പറയും. റസൂലുള്ളാഹിന്റെ പേര് ആവർത്തിക്കുന്നത് റഹ്മത്താണ്. പ്രഭാഷണത്തിൽ ആവർത്തനം മോശമാണെന്ന് എനിക്കറിയാം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ 10 കൊല്ലത്തോളം ഖിദ്മ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മ ചെയ്യുകയും അവിടുത്തെ പലതും ഒപ്പിയെടുക്കുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു പോയ ഒരു കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഉദുഉല്ലാഹ ഖുവൈദിമക യാ റസൂലല്ലാഹ്, നബിയേ എന്റെ ഖാദിമാകാൻ പോകുന്ന കുട്ടിക്ക് ഒന്ന് ദുആ ചെയ്യണേ നബിയേ. ചോരപ്പൈതലിനെ കൈപ്പിടിച്ച് ചോരപ്പൈതലിനെ പൊക്കിക്കൊണ്ട് അനസിന്റെ ഉമ്മയാണ് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിലങ്ങ് വെക്കുന്നത്. അല്ലാഹുമ്മ അക്സിർഹു മാലം വലദാ. റസൂലുള്ള പറഞ്ഞു, പടച്ചവനെ എന്റെ അനസ് എന്ന ഈ കുട്ടിക്ക് ഒരു പ്രയാസം ഭൂമിയിൽ നീ നൽകരുത്. നബി തങ്ങൾ ദുആ ചെയ്തില്ലേ? ആ ഭാഗ്യം ലഭിച്ചു പോയ അനസ് എന്ന കുട്ടിയാണ് ഞാൻ 10 കൊല്ലം അവിടുത്തെ ഖിദ്മ ചെയ്ത് അവിടുത്തെ എല്ലാം സൂക്ഷിച്ചു നടന്ന ഒരു കുട്ടിയാണ്. 10 കൊല്ലം അവിടുത്തെ വഅദ് കേട്ടവനാണ്. എത്ര ഉപദേശമാണ് ഞാനങ്ങ് കേട്ടത്. പക്ഷേ ആ 10 കൊല്ലത്തെ വഅദിൽ, ആ 10 കൊല്ലത്തെ ഉപദേശത്തിൽ ഇതിനേക്കാളും കടുപ്പമുള്ളൊരു നസീഹത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഏതാണ് ആ നസീഹത്ത്? ആ 10 കൊല്ലത്തെ നസീഹത്തിനെ ഏറ്റവും മനസ്സിൽ കുളിർമയുണ്ടാക്കിയ, ചിന്തിപ്പിച്ച നസീഹത്ത് ഏതാണ്? ഒരു ദിവസം അവിടുത്തെ നാവ്, അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു. റസൂലുള്ളാഹിനെ കുറിച്ച് അനസ് തങ്ങൾ പറയുന്നു, അവിടുത്തെ ചുണ്ട് അനങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് എന്റെ ചെവിടൊന്ന് അടുപ്പിച്ചു വെച്ചു. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? എന്താണ് നേതാവ് പറയുന്നത്? ഞാനിങ്ങനെ എന്റെ ചെവിടന്ന് അടുപ്പിച്ചു വെക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നു. എന്നിട്ട് ആ ഉപ്പാപ്പ പറയുന്നത്, അൽ അർഹാം അൽ അർഹാം അൽ അർഹാം. മക്കളെ, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ആരും കുടുംബത്തിൽ ഒരു വിള്ളലുണ്ടാക്കരുത്. കുടുംബത്തിൽ ഒരു വിള്ളലുണ്ടാക്കരുത്. അൽ അർഹാം. ഇങ്ങോട്ട് വിള്ളലുണ്ടാക്കിയാലും അങ്ങോട്ട് വിള്ളലുണ്ടാക്കാൻ പോകരുത്. അൽ അർഹാം. നിങ്ങൾ കുടുംബത്തെ സൂക്ഷിക്കണം. നിങ്ങൾ കുടുംബസ്നേഹികളാവണം. നിങ്ങൾ കുടുംബസ്നേഹികളാവണം. ഖാല റസൂലുള്ളാഹി. അനസ് തങ്ങൾ പറയുന്നു, എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വാക്കായിരുന്നു, വാചകമായിരുന്നു കുടുംബസ്നേഹികളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ രംഗങ്ങൾ. കുടുംബസ്നേഹിയെ അൽ വാസിലൂന ലി അർഹാമിഹിം തൻമു അംവാലുഹും വയുമദ്ദു ഫീ അഅമാരിഹിം വയുദ്ഫഉ അൻഹും മീത്തത്തുസ്സൂ. കഴിഞ്ഞ കൊല്ലം 2 ദിവസം ഞാൻ ആഴത്തിൽ ഇറങ്ങി വന്ന് ഈ വിഷയം സംസാരിച്ചത് ഓർമ്മയുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അൽ വാസിലൂന ലി അർഹാമിഹിം, ഒരു കുടുംബ സ്നേഹിയെ അല്ലാഹു ഒരു സ്ഥലത്തും കൊടുക്കൂല. ആര് മറന്നാലും ആര് കുടുക്കിയാലും ഒരു കുടുംബ സ്നേഹിയെ അല്ലാഹു ഇവിടെയും കൊടുക്കില്ല, ആഖിറത്തിലും കൊടുക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ. കുടുംബസ്നേഹികൾ, ദീനിന്റെ പടയാളികളായ എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, പ്രവാസികളായ സഹോദരങ്ങളെ, ഗൾഫിൽ പോയി ജീവിതം മാറ്റിവെച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ആയുസ് മാറ്റിവെച്ച എന്റെ ദീനിന്റെ പ്രിയപ്പെട്ട യുവ മനസ്സുകളെ, അൽ വാസിലൂന ലി അർഹാമിഹിം, ഒരു കുടുംബസ്നേഹി, തൻമു അംവാലുഹും, അവരുടെ ധനത്തിൽ നല്ല വളർച്ച ലഭിക്കും. അവർ നീട്ടുന്ന കരങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കും. വയുമദ്ദു ഫീ അഅമാരിഹിം വയുദ്ഫഉ അൻഹും മീത്തത്തുസ്സൂ. വയുദ്ഫഉ അൻഹും മീത്തത്തുസ്സൂ. അല്ലാഹു തആല ആയുസ് നീട്ടിക്കൊടുക്കും. കുടുംബസ്നേഹികൾ അല്ലാഹു പെട്ടെന്ന് മരിപ്പിക്കൂല. വയുദ്ഫഉ അൻഹും മീത്തത്തുസ്സൂ. ക്യാൻസർ പോലെയുള്ള രോഗം കൊടുത്ത് അല്ലാഹു പരീക്ഷിക്കൂല. അല്ലാഹു തആല കുടുംബസ്നേഹം നമുക്ക് നൽകുമാറാവട്ടെ. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ആഫത്തുകൾ, പൈശാചിക ശർറുകൾ ഒരിക്കലും ഒരു കുടുംബസ്നേഹിക്ക് അല്ലാഹു കൊടുത്ത് പരീക്ഷിക്കുകയില്ല. എല്ലാവരും മറന്നു. അങ്ങനെയുള്ളൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കൊല്ലം
ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു പാവപ്പെട്ട മനുഷ്യൻ 25 കൊല്ലം ഗൾഫ് നാടുകൾ കഷ്ടപ്പെട്ട് 3 അനുജന്മാരെ ഗൾഫിലേക്ക് വിസയെടുത്ത് കൊണ്ടുപോയ ഒരു ജ്യേഷ്ഠ സഹോദരൻ. ആ മനുഷ്യൻ ആദ്യമായി ഗൾഫ് നാടുകളിലേക്ക് പോകുന്നത് റോഡ് പണിയെടുക്കാനാണ്. നാട്ടുകാരെ, എയർ കണ്ടീഷൻ റൂമില്ല, എയർ കണ്ടീഷൻ സൗകര്യങ്ങളില്ല. ഞാൻ ഒരു വർഷം കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ സംഭവം പറഞ്ഞു. ദമാമിൽ അല്ല, മസ്കത്തിൽ, ഒമാനിൽ ഞാൻ റമദാനിൽ ചെന്ന സമയത്ത് അനുഭവിച്ച വേദനാജനകമായ രംഗം. ഒരു പാവപ്പെട്ട മനുഷ്യൻ നോമ്പ് തുറക്കാൻ സമയം എടുത്തിരിക്കുകയാണ്. എന്താണ് ആ മനുഷ്യന്റെ കരച്ചിൽ? റമദാൻ മാസമാണ്, നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിക്കാനായോ? പക്ഷേ ഈ മനുഷ്യൻ കുട്ടികളെ പോലെ തേങ്ങിക്കരയുന്നു. ഞങ്ങൾ ചോദിച്ചു, നേർക്ക് നേരെ കണ്ട എന്റെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, ഈ കണ്ണുകൊണ്ട് നേരിൽ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കേട്ടുകേൾവി ഞാൻ പറയാറില്ല. നേരിൽ അനുഭവിച്ച കുറെ കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ എടുത്തു പറയും. നേരിൽ കണ്ട ഒരു മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യൻ നോമ്പ് തുറക്കാൻ എടുത്തപ്പോ കരയുന്നു. എന്തു പറ്റി? ആ സമയത്ത് ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇവിടെ ഗൾഫിൽ വന്ന് 25 കൊല്ലം, ആ 25 കൊല്ലം എനിക്ക് കഷ്ടപ്പാടാണ്. ഞാൻ റോഡ് പണിയാണ് എനിക്ക് ആദ്യമായി ഗൾഫിൽ ലഭിച്ചത്. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ 3 അനുജന്മാരെയും വിസ എടുത്ത് ഞാൻ ഒമാനിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, അജയരെ, അൽഹംദുലില്ലാ, നിങ്ങളൊരു കുടുംബസ്നേഹിയാണ്, അള്ളാഹു നിങ്ങളെ കൊടുക്കൂലട്ടാ. കാരണം 3 അനുജന്മാരെ നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലേ. അപ്പൊ ഒന്നും കൂടി കരയുന്നു. ഞാനത് പറയുമ്പോ ഈ മനുഷ്യൻ കരച്ചിൽ കൂടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ ആചാര്യ കരയുന്നു, വിഷയം എന്താ പറയും? എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ, എൻ്റെ പൊന്നുമ്മ, ആ 2 പേരും എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന രംഗം എൻ്റെ കണ്ണിൽ പതിയുന്നു. പിന്നെ നാട്ടിലേക്ക് പോയപ്പോ എൻ്റെ ഉപ്പാനെ കണ്ടില്ല. എൻ്റെ ബാപ്പ പള്ളിപ്പറമ്പിലായിരുന്നു. എൻ്റെ ഉമ്മയും വിട പറഞ്ഞു. എൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചു. ഗൾഫ് കൊണ്ട് കിട്ടിയത് ആ മുത്തുകൾ മരിക്കുമ്പോ മുഖം കാണാൻ കഴിഞ്ഞില്ല. 2 ആളും മരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്റെ ഉപ്പ എയർപോർട്ടിൽ വന്നു. നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന്റെ കഥയാണ് ഈ പറയുന്നത്. ഞാൻ എയർപോർട്ടിൽ, ഈ മനുഷ്യൻ പറയാം, അന്ന് കൊച്ചി എയർപോർട്ടാണ്, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഓർക്കുന്നു. അങ്ങനെ എയർപോർട്ടിൽ വന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും ബാപ്പയോട് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഉപ്പ പറഞ്ഞു, മോനെ, നിന്റെ 3 പെങ്ങന്മാർ, എനിക്ക് 3 അനുജന്മാരുമുണ്ട്, 3 സഹോദരിമാരുണ്ട്. അയാള് പറയാ, എൻ്റെ ബാപ്പ ഞാൻ ഇങ്ങ് പിരിയുമ്പനോട് പറയടാ, ഈ ഉപ്പാനെ നീ ചിലപ്പോ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉപ്പാനെ കണ്ടില്ലെങ്കിലും ബാപ്പ മരിച്ചാലും ഉപ്പാക്ക് പകരം നീയാണ്. ആ 3 പെൺകുട്ടികളെ നീ മറക്കരുത് കേട്ടാ, 3 പെൺകുട്ടികളെ നീ മറക്കരുത്. ആ മക്കൾക്ക് ഒരു കല്യാണം വരുമ്പോ, മോനെ, നീ കഷ്ടപ്പെട്ട് നീ ബുദ്ധിമുട്ടിയാലും അവർക്കൊക്കെ ഒരു ജീവിതം നീ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞു, ഞാൻ കല്ല് ചുമന്നിട്ട് 3 സഹോദരിമാരെയും കല്യാണം കഴിച്ചു വിട്ടു. അവരുടെ കല്യാണ ചെലവൊക്കെ ഞാനാ എടുത്തത്. ഈ മനുഷ്യൻ പറയാ, അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, അജയരെ, അത് നിങ്ങൾ എന്തിനാ കരയുന്നത്? അൽഹംദുലില്ലാ, നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ്, അല്ല നിങ്ങളെ കൊടുക്കുവോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ആ 3 പെങ്ങന്മാരും ഇന്ന് ഇവിടെ ഉണ്ട് ഉസ്താദേ. ഇയാള് പറയാ, എൻ്റെ 3 അനുജന്മാർ കുടുംബസമേതം ഇവിടെയുണ്ട്. എൻ്റെ കുടുംബവുമൊത്ത് ഞാൻ ഈ ഗൾഫിൽ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല. എൻ്റെ തലയിൽ കുടുംബഭാരമായിരുന്നു. അങ്ങനെ ഞാൻ അവരൊക്കെ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അജയരെ, അതിന് നിങ്ങൾ അൽഹംദുലില്ലാ പറയും, പക്ഷേ മനുഷ്യന്റെ മനസ്സ് പതറി നാട്ടുകാരെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ വിഷമം പറയും. 4 ആള് കൂടുന്ന സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, നിങ്ങളെ വിഷമം എന്ന് പറയും. ആ മനുഷ്യൻ എന്താ പറഞ്ഞതറിയോ? ഇന്നലെ നോമ്പുതുറ, കുടുംബ നോമ്പുതുറയായിരുന്നു എൻ്റെ ചെറിയ പെങ്ങളെ റൂമിൽ വെച്ച്. ഇയാള് പറയാ, തേങ്ങിക്കരഞ്ഞുകൊണ്ട്, എൻ്റെ സഹോദരിമാരെ, നെഞ്ചുറപ്പുള്ള പെൺകുട്ടികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചെറിയ പെങ്ങൾ, എൻ്റെ ബാപ്പ മരിക്കുമ്പോൾ അവൾ ചെറിയ പെൺകുട്ടിയാണ്, ഞാൻ അവളെ ഏറ്റി നടന്നവനാണ്. അങ്ങനത്തെ ആ പെൺകുട്ടിയുടെ ചെറിയ പെങ്ങളെ റൂമിൽ ഇന്നലെ കുടുംബ നോമ്പ് തുറയായിരുന്നു.
എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ അവിടെ റൂമിന്റെ തൊട്ടടുത്ത ഹോട്ടലിൽ ഞാൻ ചെന്നിരുന്നു. എൻ്റെ മുന്നിലൂടെ എൻ്റെ 3 അനുജന്മാരും അവിടെ ഭാര്യമാരും പോയി. എന്താണ് ഇയാളെ കരച്ചിലറിയ? എന്നിട്ടാള് പറഞ്ഞു, പിന്നെ എൻ്റെ 2 അളിയന്മാർ എൻ്റെ മുന്നിലൂടെ പോയി, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, എന്നോട് മിണ്ടിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ബാങ്ക് വിളിക്കാൻ അടുക്കുമ്പോ എൻ്റെ ചെറിയ പെങ്ങളെ ഇക്കാന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ കാക്ക എന്ന് വിളിച്ചാൽ എനിക്ക് കയറി ചെല്ലാനാണ്. എന്നെ വിളിച്ചില്ല ഉസ്താദേർ, എന്നെ വിളിച്ചില്ല. അവര് നോമ്പ് തുറക്കുമ്പോ ഞാൻ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയണ്ട, നിങ്ങൾ കരയണ്ട, അല്ല നിങ്ങളെ കൊടുക്കൂല, അല്ല നിങ്ങളെ കൊടുക്കൂല. അൽ വാസിലൂന ലി അർഹാമിഹിം തൻമു അംബാലുഹും. നിങ്ങൾ കുടുംബസ്നേഹിയാണ്, അവരൊക്കെ പത്തിമടക്കും, അവരൊക്കെ വന്നിട്ട് വിളിക്കും, നിങ്ങൾ അണച്ചുകൂട്ടും, അല്ല നിങ്ങളെ കൊടുക്കൂല. അപ്പൊ മനുഷ്യനോട് പറയാ, ഉസ്താദേ എൻ്റെ സ്വഭാവം ഇപ്പൊ ഒരു ചൂടുള്ള സ്വഭാവമാണ്, കുറെ കട വന്നു, അവരൊക്കെ ഇന്ന് നല്ല ജീവിത, ഞാൻ ഇന്ന് വരെ ആ നിലക്കൊരു ജീവിതം, കന്നത്തെ കടപ്പളും വീടിയിട്ടില്ല. ഞാനൊരു കടക്കാരനായി ബാധ്യതകൾ വന്നപ്പോ എൻ്റെ സ്വഭാവം മാറി, ചൂടുള്ള പ്രകൃതിയായി. അപ്പൊ ഞാൻ എൻ്റെ പെങ്ങന്മാരോട് ചൂടാകും, എൻ്റെ അനുജന്മാരോട് ചൂടാകും. എന്നെല്ലാവരും കൈയൊടിഞ്ഞു, എല്ലാവരും കൈയൊടിഞ്ഞു. ഓ പ്രിയപ്പെട്ട പെങ്ങളെ, എന്തൊരു കടുപ്പമാണ് സ്വന്തം ആങ്ങളയെ, സ്വന്തം ഉപ്പാക്ക് തുല്യമുള്ള ആങ്ങളയെ വിളിക്കാതെ എന്ത് സൽക്കാരം വെച്ചിട്ടെന്താണ്? ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. മാഷാ അല്ലാ. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഭാഗത്ത് ആ രംഗമാണെങ്കിൽ ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് നാട്ടുകാരെ കൽബ് പൊട്ടിപ്പോകും, മനസ്സ് പൊട്ടിപ്പോകും. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ഇൽഫത്ത് നൽകട്ടെ, ഇൽഫത്ത് നൽകുമാറാവട്ടെ. ഞാൻ ഉള്ളു തുറന്ന് രക്തങ്ങൾ നിലക്ക് സംസാരിക്കുകയാണ്. ഒരു സഹോദരൻ തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന്. ആ കല്യാണത്തിൽ പങ്കെടുത്ത ഒരുത്തനാണ് ഈ വിനീതനും. പോയപ്പോ സമയം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്, 11 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 11 മണി കഴിഞ്ഞാലും എല്ലാവരും വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഞങ്ങളെ ക്ഷണിച്ച ആള്, ആ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അയാളെ വിഷമം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല. അപ്പൊ ആ സമയം ഒരു നാട്ടുകാരെ, ഒരു സഹോദരൻ, ഒരു ഉസ്താദ്, അയാൾ ചോദിച്ചു, എന്താ കല്യാണൊക്കെ റാഹത്തല്ലേ? റാഹത്തല്ല, എല്ലാം സന്തോഷത്തിലല്ലേ? അയാളെ മനസ്സ് പിടയ. വിഷയം എന്താ? നിങ്ങള് സ്വന്തം അനുജനും അനുജന്റെ ഭാര്യയും ആ കല്യാണത്തിന് കൂടാതെ ഇറങ്ങിപ്പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഒരു ഉമ്മയുടെ മക്കൾ, ഒരു ബാപ്പയുടെ മക്കൾ, ജ്യേഷ്ഠന്റെ മോളെ കല്യാണം നടക്കുന്നു, ജ്യേഷ്ഠന്റെ മകളെ കല്യാണത്തിന് കൂടാതെ എളാപ്പയും ഭാര്യയും കൂടി മക്കളും കൂടി വലിയ സമ്പന്നരാണ്, ഏകദേശം വലിയ വലിയ വാഹനമുള്ളവരാണ്. ഇറങ്ങിപ്പോകുമ്പോ അവർക്ക് ഈ ജ്യേഷ്ഠൻ ഉസ്താദും തങ്ങന്മാരൊന്നുമല്ല, ഈ പാവങ്ങൾ തൊട്ട മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന വീട്. പക്ഷേ അവർ വാഹനത്തിലങ്ങ് ഇറങ്ങിയപ്പോ നാട്ടുകാരെ ഈ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ച, ആ ജ്യേഷ്ഠൻ ഇറങ്ങി വന്ന് അനുജൻ സ്റ്റാറിങ് പിടിച്ചിട്ടുണ്ട്, അനുജന്റെ കൈയങ്ങ് പിടിച്ചിട്ടുണ്ടെടാ, എൻ്റെ കാല് പിടിച്ച് പൊരുത്തപ്പെടിക്ക, എനിക്ക് പൊരുത്തം, നീ കല്യാണത്തിന് കൂടണം, ഞാനൊരു പാവാണ്. ഒരു ജ്യേഷ്ഠൻ പറയാ, ഞാനൊരു പാവമാണ്, നിന്റെ കാല് പിടിച്ച് ഞാൻ പൊരുത്തപ്പെടിക്ക, മോനെ നീ പോകരുത്. ആ സമയം അനുജൻ കൂട്ടാക്കിയില്ല. അവൻ ഇറങ്ങിയപ്പോ അവന്റെ ഭാര്യയെങ്കിലെന്ന് പറയണ്ടേ, അവന്റെ ഭാര്യയുടെ വാശിയാണത്രേ, അവന്റെ ഭാര്യയുടെ കടുപ്പമാണത്രേ. ആ ഭാര്യ മുൻഭാഗത്ത്, ഭർത്ത അനുജൻ ഇവിടെ ഇരിക്കുന്നു, ഡ്രൈവിംഗ് കസേരയിൽ തൊട്ട് മുന്നിൽ ഭാര്യ ഇരിക്കുന്നു. എന്നാ ഭാര്യ പറയണ്ടേ? അപ്പൊ അനുജൻ, ജ്യേഷ്ഠൻ, ഒരു ഇളയച്ചി എന്ന നിലക്ക് അവളെ വിളിച്ചു, മോളെ പോകല്ലടി, പോകല്ലടി, കൂട്ടാക്കിയില്ല. ആ സമയത്ത് നാട്ടുകാരെ, ഈ വിനീതൻ കണ്ടൊരു കാഴ്ച എന്താ അറിയോ? ഈ പുതിയണ്ണിറങ്ങുന്ന പെൺകുട്ടി ഓടി വന്ന് ആ ഉപ്പാ എളാപ്പാ എന്നും വിളിച്ചിട്ട് ആ ഒരു പൊതിയല പെൺകുട്ടി. എന്താണ് ആ പെൺകുട്ടിയുടെ കരച്ചിൽ? കൂട്ടാക്കാതെ എന്റെ അനുജന്മാരെ, ഒരു ജ്യേഷ്ഠന്റെ മോളെ കല്യാണത്തിന് കൂടാതെ കണ്ണീരൊടുക്കി അണച്ചുകൂട്ടി പൊരുത്തപ്പെടിച്ചുകൊണ്ടും എന്നിട്ടും വകവെക്കാതെ ഇറങ്ങിപ്പോകുമ്പോ
ഞാൻ ചോദിക്കട്ടെ എന്റെ അനുജന്മാരെ, വടിയിൽ വെച്ചൊന്ന് പിടഞ്ഞു മരിച്ചാൽ ഇനി ഭൂമിയിൽ വെച്ച് വല്ലതും കിട്ടോ? ആഖിറത്തിൽ ഈ രക്തങ്ങൾ കണ്ടുമുട്ടോ? എന്തൊരു ദുർഗതിയാണ്! വിഷമകരമായ രംഗങ്ങളല്ലേ? ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ഒരു രക്തങ്ങൾ തമ്മിലെങ്ങാനും കുടുംബത്തിൽ രക്തങ്ങൾ തമ്മിൽ പിണങ്ങി നടക്കുന്നൊരവസ്ഥയുണ്ടോ, ശൈത്താൻ പിടപ്പിച്ചു പോകും. അന്ത്യനാളെടുക്കുന്ന സമയത്ത്, ലോകം അവസാനിക്കുന്ന സമയത്ത്, നിസ്കരിക്കുന്ന അതുപോലെ തഖ്വയുള്ള ഹജ്ജ് ചെയ്ത ഹാജിമാരിലും ഹജ്ജുമ്മമാരിലും വരുന്ന ഏറ്റവും വലിയൊരു മുസീബത്ത് എന്താണ്? പിണക്കം ശൈത്താൻ ഇട്ടുകൊടുക്കും. ഹാജിമാരുടെ മനസ്സിൽ പിണക്കം വിട്ടുകൊടുക്കും, ഹജ്ജുമ്മമാരുടെ മനസ്സിൽ പിണക്കം ഇട്ടുകൊടുക്കും. അവർ തമ്മിൽ പിണങ്ങിയിട്ട് സ്വർഗത്തെ അല്ലാഹു അവർക്ക് ഹറാമാക്കി കളയും. ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന. അവർ സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിൽ കിടക്കരു പോയി, സ്വർഗത്തിന്റെ വക്കൊന്ന് കാണരു പോയി, സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ അവർക്ക് സാധ്യമല്ല. ഖാല റസൂലുള്ളാഹി. ശൈത്താൻ ഏറ്റവും കൂടുതൽ അന്ത്യനാളെടുക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളെ പിടപ്പിക്കുന്നത് പിണക്കത്തിലൂടെയാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മുടെ മനസ്സുകളിൽ ഇൽഫത്ത് നൽകട്ടെ. പിണക്കത്തിലൂടെയാണ് ഒരു മുസ്ലിമിനെ ശൈത്താൻ നരകത്തിലേക്ക് അടുപ്പിക്കാനുള്ള വഴിയൊരുക്കുക. അള്ളാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹസൻ എന്ന കുട്ടിയെ, ദീനിന്റെ പടയാളികളെ, ഹസൻ എന്ന കുട്ടിയെ മാടി വിളിച്ച് മടിയിലിരുത്തുന്നു. മോനെ ഹസനെ, ലാ തസ്ഹബന്ന ഖാതിഅ റഹിമിൻ. കുടുംബത്തോട് പിണങ്ങി നടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെയും എന്റെ മക്കൾ നടക്കരുതേ. ഫഇന്നി വജത്തുഹു മൽഊനം ഫീ കിതാബില്ലാഹ് ഫീ സലാസത്തി മവാദിഅ. പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, കുടുംബത്തോട് പിണങ്ങി നടക്കുന്ന മനുഷ്യൻ ഫഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. ബോരേ ഹസനേ, ഖുർആനിലെ 3 സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് അവർ ശാപത്തിന്റെ ഉടമകളാണ്. നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. കുടുംബത്തോടെ പിണങ്ങി നടക്കുന്ന ആ മനുഷ്യൻ ശാപത്തിന്റെ ഉടമകളാണ്, ശാപത്തിന്റെ ഉടമകളാണ്, ലഅനത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് മോനെ ഹസനെ, നിങ്ങൾ സൂക്ഷിക്കണം മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൽ ഫീഹിം ഖാതിഉ റഹിമിൽ. തീർച്ച കണ്ടോ ഉസ്താദുമാരൊക്കെ വേദിയിലും സദസ്സിലുമുണ്ട്, അഭിവന്യരായ വലിയ വലിയ ഉസ്താദുമാർ. അവരെ സ്റ്റേജിൽ ഇരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാത്ത ഉസ്താദുമാർ, ഖതീബ് ഖാദിമാരായ ഉസ്താദുമാർ, അവരൊക്കെ വേദി സദസ്സിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദുമാരെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്, ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൽ ഫീഹിം ഖാതിഉ റഹിമിൽ. തീർച്ചയായും അല്ലാഹുവിന്റെ കരുണ, നാട്ടുകാരെ, ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്, റസൂലുള്ളാഹി പറഞ്ഞത് ഹക്കുമാണ്. ഇന്നർ റഹ്മ, തീർച്ചയായും പടച്ച റബ്ബിന്റെ കരുണ, അവന്റെ റഹ്മത്ത്, ലാ തൻസിലു ഫീ ഖൗമിൽ ഫീഹിം ഖാതിഉ റഹിമിൽ. അമ്മായുമ്മയും മരുമക്കളും ഒരു ദിവസമെങ്ങാനും മിണ്ടാതെ പുഞ്ചിരിക്കാതെ സന്തോഷിക്കാതെ നടക്കുന്ന വീടുകളുണ്ടോ? ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി.
കടുപ്പമാണ് ഉമ്മമാരെ. മരുമക്കളോട് പിണങ്ങി നടക്കുന്ന ഉമ്മാക്ക് ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അത് പറഞ്ഞ നമുക്ക് ആ കടുപ്പാകുമോ? അമ്മ മരുമക്കളോട് പിണങ്ങി നടക്കുന്ന അമ്മായുമ്മക്ക് അള്ളാഹു തആല ഈ ഭൂമിയിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷ, പള്ളിക്കാട്ടിലുള്ള ശിക്ഷ കടുപ്പമാണത് വേറെയാണ്, അതിലപ്പുറത്തുള്ളത് വേറെയാണ്. മരിക്കുന്നതിനു മുമ്പ് ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടികൾ നിങ്ങളുടെ സ്വന്തം മകളാണ്, മോളെ എന്നല്ലാതൊരു ഉമ്മ വിളിക്കരുത്. ഇതാണ് ദീന് പഠിപ്പിച്ചത്. ആ മനസ്സുണ്ടോ വീട്ടിലെ സന്തോഷത്രയാണ്, വീട്ടിലെ സന്തോഷം എത്രയാണ്. ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. അമ്മായുമ്മയും മരുമക്കളും അവർ തമ്മിൽ പിണങ്ങിയാൽ അവരുടെ ഒരു ഉമ്മയുടെ പദവി ഞാൻ ഇന്നൊരു അരമണിക്കൂർ നിങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മ, നിങ്ങളുടെ പദവി നിങ്ങളുടെ മക്കളിൽ നിന്ന് എടുത്തു പോകുന്നത് നിങ്ങൾ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടികളോട് കാണിക്കുന്ന കടുപ്പം കാരണമായി നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ സ്നേഹം പോയി. അതോടുകൂടെ നിങ്ങളുടെ മക്കൾ നരകത്തിലേക്ക് പോവുകയാണ്. എത്ര നിസ്കരിക്കുന്ന കുട്ടികളാണെങ്കിലും ഉമ്മയോട് കടുപ്പം കാണിച്ച ഈ ഭൂമിയിലും രക്ഷപ്പെടില്ല, ആഖിറത്തും രക്ഷപ്പെടില്ല. എത്ര നിസ്കരിക്കുന്നവനാണെങ്കിലും ഉമ്മയോട് കടിച്ച ഒരാളും നല്ല നിലക്കും മരിക്കൂല്ല. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. എത്ര വ്യക്തികളാണ് വലിയവരാണെങ്കിലും വിഷയം ഗുരുതര. ഞാനൊരു അരമണിക്കൂർ നമ്മുടെ ഉമ്മാനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ബാപ്പാനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്നെ പറയും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇത്രയും മഹത്വമുള്ള ആ രണ്ട് മുത്തുകളോട് എന്തേ വെറുപ്പും വാശിയും വീറും വന്നത്? എന്തേ മക്കൾക്കൊരു അകൽച്ച വന്നത്? അത് ഉമ്മ മരുമക്കളോട് കാണിക്കുന്ന ദുസ്വഭാവം കൊണ്ടാണ്. ആ കാരണം ഒന്ന് അല്ല എങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മയോട് കാണിക്കുന്ന വൃത്തികേട് കൊണ്ടാണ്. രണ്ടുമുണ്ട്. മരുമകൾ ഉമ്മമാരോട് കാണിക്കുന്ന കടുപ്പം പറയേണ്ട കാലമാണ്. ഒരു ഭർത്താവിന്റെ ഉമ്മയെ ഏതെല്ലാം നിനക്ക് നിസ്സാരമാക്കാൻ കഴിയോ നിസ്സാരമാക്കുന്ന മരുമക്കളുണ്ട്. അല്ലാഹു തആല നമ്മുടെ പരമ്പരകളെ കാക്കുമാറാവട്ടെ. ഞാനിത് പറയുമ്പോ ഒരു കടുപ്പമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അമ്മായുമ്മ മരുമക്കളോട് കാണിക്കുന്ന കടുപ്പം, സുബ്ഹാനല്ലാഹ്, ഈ ഒരൊറ്റ വൃത്തികേട് കൊണ്ട് ഉമ്മ നിങ്ങളുടെ മഹത്വം നിങ്ങളുടെ മക്കൾ വലിച്ചെറിയുന്നു. നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു പോകുന്നത്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്, ആ മക്കൾ കല്യാണം കഴിക്കുന്നത് വരെ നിങ്ങൾ അവരുടെ മനസ്സിലുള്ള മക്കൾക്ക് മുത്തുകളാണ്. ഏതൊരു ആൺകുട്ടിയും കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മ, അവർ ഗൾഫിൽ പോകട്ടെ, കല്യാണം കഴിക്കാത്തൊരു ഉമ്മ ഗൾഫിൽ പോട്ടെ, എന്നാലും ഉമ്മാക്ക് 25 വട്ടം ഉമ്മ ചോറഴിച്ചമ്മ, ചായ അടിച്ചമ്മ, ഇന്നെന്തായിരുന്നു കറി ഉമ്മ, ഉമ്മാക്ക് ഇങ്ങനെ വിളിക്കും. കല്യാണം കഴിച്ചു, അതിന് ശേഷം അവന്റെ ഭാര്യയും ഉമ്മയും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഈ സ്നേഹമൊക്കെ പോയി. എന്തിനാണ് ഉമ്മമാരെ നിങ്ങളുടെ ഈ പോര് കൊണ്ട്, അമ്മായി പോര് കൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവിയല്ലേ പോകുന്നത്? നോക്കൂ നിങ്ങൾ, എത്ര ഉമ്മമാരാണ് കടുപ്പം കാണിക്കുന്നത്. നമ്മുടെ നാടുകളൊക്കെ ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് മനസ്സിലെത്തി ആമീൻ പറഞ്ഞാളെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മമാര് അമ്മായിപ്പോര് കാണിക്കും, നമ്മളിങ്ങനെ നോക്കിക്കും ചെയ്യും. നമ്മളെ സ്വഭാവമായി പ്രായമുള്ളവരിങ്ങനെ നോക്കിക്കും അർത്ഥം. ഉമ്മമാര് കാണിക്കുന്ന കടുപ്പം മിണ്ടാതിരടി, അത് എന്റെ മരുവളാണ്, എന്റെ മോളാണ്, ഇതും എന്റെ മോളാണ്, ഇതും എന്റെ മോളാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ ഒരു ഉപ്പാക്ക് കഴിയണം. അതാണ് ബാപ്പ. നിങ്ങളെ മരുവള് അപ്പോഴേക്കും വീടെ പോയിട്ട് അത് ബാപ്പ എന്ന് പറയാൻ പറ്റൂല. ഉപ്പാന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മയും നമ്മുടെ മക്കളും ഭാര്യയും അമ്മായുമ്മയും മരുമക്കളും തമ്മിൽ പ്രശ്നമുണ്ടായ പരിഹരിക്കാൻ കഴിയണം. അത് ഉപ്പയെ ഞാൻ പറയുന്നുണ്ട്. ആ ഉപ്പാന്റെ മഹിമ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഓരോന്നോരോ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നഊദു ബില്ലാഹ്, നാട്ടുകാരെ, പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? ഉമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, പെങ്ങളുണ്ടോ? ഞാൻ തന്നെ ചോദിച്ചൊരു പ്രഭാഷണം നടത്തിയ CD എല്ലാ വീടുകളിലും, മിക്ക വീടുകളും
പോയ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. അത് കൽബ് പൊട്ടി പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. അതിലൊരു സംഭവം നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. നഊദു ബില്ലാ, അല്ലാഹു തആല കാക്കട്ടെ. നിങ്ങൾ നാമീം പറഞ്ഞാണ്, അള്ളാഹു കാക്കട്ടെ. അത് എൻ്റെ അനുജന്മാരെ, ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരെ, ഇത് നാം നല്ല ചരിത്രം, 2 ചരിത്രം പറഞ്ഞ് എനിക്കിന്ന് 2 മണിക്കൂർ തികച്ചു പോകാൻ കഴിയും. പക്ഷെ അതുകൊണ്ടായില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നോക്കൂ നിങ്ങൾ, ആ സീഡിയിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബഭാരം, ഒരു വീടില്ല, ചൊറ്റപ്പര, മഴ പെയ്താൽ എല്ലാം വീട്ടിലായിരിക്കും വെള്ളം, അത് കാണാൻ വയ്യ. ഉമ്മ മോനെ എന്ന് വിളിക്കും, നല്ല സുഖമില്ലാത്ത രോഗിയായ ഉമ്മ. അപ്പൊ ഉമ്മ കമ്പിളി പൊതിച്ച് കിടക്കുമ്പോ ആ ഉമ്മ അങ്ങനെ വിറക്കുന്നത് കണ്ടിട്ട്, പടച്ചവനെ, എൻ്റെ ഉമ്മയും ബാപ്പയും മരിക്കുന്നതിന് മുമ്പ് ഒരു വീട്, ഒരു ഓടിട്ട വീടെങ്കിലും ഉണ്ടാക്കണം. ഒരു മനുഷ്യന്റെ ആശ. സഹോദരങ്ങളെ, ഉദാഹരണമല്ല, ആ സഹോദരൻ കണ്ണീരൊടുക്കി എന്നോട് പറഞ്ഞതാണ്, ഒരു ഓടിട്ട വീടുണ്ടാക്കി കൊടുക്കണം. എൻ്റെ ഉമ്മ കമ്പിളി പൊതിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഉമ്മാന്റെ കിടപ്പ് കാണാൻ വയ്യ, മഴ പെയ്തിട്ട് വെള്ളം കൊണ്ടിട്ട്. അങ്ങനെ ആ മനുഷ്യൻ മാത്രമല്ല, ആ മനുഷ്യന് 2 സഹോദരിമാരെ കല്യാണം കഴിച്ചു വിടേണ്ട വേദനയും അതെല്ലാം ചിന്തിച്ച് അവൻ ഗൾഫിലേക്ക് പോകുന്നു. പോകുമ്പോ ഭാര്യക്ക് ഗർഭമുണ്ട്, 6 or 7 മാസമാണ്. ഭാര്യക്ക് ഗർഭമുണ്ട്, ശ്രദ്ധ പോയിട്ടില്ലല്ല, 6 or 7 മാസമാണ്. അങ്ങനെ ഇത് കേട്ടോളി, നല്ല സ്ത്രീകളൊക്കെ നല്ല കേൾക്കി ഈ വിഷയം. ഒരു മനുഷ്യന്റെ വേദനയാണ് ഉമ്മമാരെ ഞാൻ പറയുന്നത്. ഒരു കുട്ടിയുടെ കൽബ് പൊട്ടിയ രംഗമാണ്. അങ്ങനെ ആ മനുഷ്യൻ ഗൾഫിലേക്ക് പോകുമ്പോ ഭാര്യ ഒരു കുഞ്ഞിനെ ചുമന്ന് നടക്കുന്നു എന്നർത്ഥം. പിന്നെ ആ മനുഷ്യൻ വരുന്ന സമയത്ത് മകന് 6 വയസ്സായിട്ടുണ്ട്. 6 വയസ്സെന്ന് പറഞ്ഞപ്പോ കൊല്ലത്ര കഴിഞ്ഞിട്ടാ വരുന്നത്. 6 വയസ്സായിട്ടുണ്ട്. ഉപ്പാ, ഞാൻ 1ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, 1ൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു ഉപ്പാൻ. ഒരു കുട്ടിയെ ബാപ്പാനോട് പറയാ, ഉപ്പാ ഞാൻ 2ലേക്ക് ജയിച്ചു, എനിക്കൊരു ബാഗ് കൊണ്ടുവരണം. ഒരു ബാപ്പയോട് 6 വയസ്സുള്ള കുട്ടി, ജീവിതത്തിൽ ആ കുട്ടിയെ നേരിട്ട് തലോടാനും ഒന്ന് സന്തോഷിപ്പിക്കാനും ഈ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. ജിദ്ദയിലൊരു സംഭവമാണ്. ആ സാധു മനുഷ്യൻ ജിദ്ദയിൽ കഷ്ടപ്പെട്ടിരുന്ന കൽബ് പൊട്ടിപ്പോകുന്ന നാട്ടുകാരെ, ജിദ്ദയിൽ അവന്റെ ജോലി കണ്ടാൽ അവൻ എന്റെ പ്രായം അവനുള്ളൂ, കൽബ് പൊട്ടിപ്പോകും. അങ്ങനെ കഷ്ടപ്പെട്ട് 6 കൊല്ലം കഴിഞ്ഞ് ഒരു ചെറ്റപ്പുര ഉണ്ടാക്കാൻ പാടുപെട്ട് 6 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുമ്പോ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഞങ്ങളൊരു ഹജ്ജ് വേളയിൽ യാത്ര കഴിഞ്ഞ് വരുന്ന സമയമാണ്. ആ മനുഷ്യനും ഞങ്ങളും ഒരുമിച്ചൊരു ഫ്ലൈറ്റിൽ കണ്ടുമുട്ടി. ഈ മനുഷ്യന്റെ ജിദ്ദയിൽ ആ മനുഷ്യന്റെ വേദനകളൊക്കെ മനസ്സിലാക്കിയവനാണ്. അങ്ങനെ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ആ മനുഷ്യനെ സുബ്ഹാനല്ലാഹ് ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ആരൊക്കെ ഇപ്പൊ എയർപോർട്ടിൽ വരിക? അപ്പൊ ഈ മനുഷ്യൻ പറയും, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ 2 ഹയാത്തിലുണ്ട്, അവർ 2 വയസ്സൊക്കെ ആയിട്ടുണ്ട്, അവര് വരും. എൻ്റെ ഉപ്പാക്ക് സുഖമല്ല, എൻ്റെ ബാപ്പാക്ക് അല്പ സുഖം ഉണ്ടെങ്കിൽ ഈ മോനെ കാണാൻ വരും. കൊല്ലം 6 കഴിഞ്ഞു. ഇയാൾ പറയാ, ഇവൻ എന്നോട് പറയാം, പിന്നെ എൻ്റെ ഉമ്മ വരും. പിന്നെ എൻ്റെ 6 വയസ്സായ കുട്ടി, ആ കുട്ടിയെ ഇന്ന് വരെ ഫോട്ടത്തിലല്ലാതെ കണ്ടിട്ടില്ല. എന്താണ് അവന്റെ ഫ്ലൈറ്റിന്റെ ഉള്ളിലിരുന്നുള്ള കരച്ചിലറിയാം. എൻ്റെ 6 വയസ്സിൽ ഉപ്പാ ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു ഉപ്പാന്ന് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് അവന്റെ മോന്റെ സംസാരം എനിക്കിങ്ങനെ കേൾപ്പിച്ചു തരാൻ. എന്താണ് രാശരി എൻ്റെ സഹോദരിമാരെ, ഉമ്മമാരെ ഒന്ന് ഓർക്കൂ നിങ്ങൾ. അങ്ങനെ ഈ മനുഷ്യന് 6 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ ശബ്ദം കേൾപ്പിക്കാൻ, ആ ശബ്ദം ഞാൻ കേട്ടു, ഉപ്പാ ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, ഉപ്പ എന്നാ വരിക, എനിക്കൊരു ബാഗ് കേട്ടുവാ. ആ മോന്റെ സംസാരം നോക്കി നിങ്ങൾ. അങ്ങനെ ആ മോനൊന്ന് കാണണം. അപ്പോ ഈ മനുഷ്യൻ പറയാ, ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഓടി വരും എൻ്റെ മോന്, അവൻ അണച്ചു കൂട്ടും. അഭിലാഷാണ്. പിന്നെ അവൻ പറയാം, പിന്നെ എൻ്റെ ഭാര്യ, അവളൊരു സാധു പെണ്ണാണ്, അവള് വരും, അവള് വിട്ടു നിൽക്കും, ഒരു അതവുള്ള പെൺകുട്ടി അവള്. അവൻ എന്നോട് ഇങ്ങനെ ഭാര്യയുടെ മധുഹ പറയാ. അപ്പൊ അവളിങ്ങനെ വിട്ടു നിൽക്കും. എൻ്റെ ഉമ്മയും ബാപ്പിയും എന്നെ അടച്ചു കൂട്ടും, അവര് പ്രായമുള്ളവരാണ്. ഇതൊക്കെ പറഞ്ഞ് നാട്ടുകാരെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഈ കരിപ്പൂരി എയർപോർട്ടിൽ
പുറത്തങ്ങ് വന്നപ്പോ സുബ്ഹാനല്ലാ, ഉമ്മ ഉപ്പ പെങ്ങന്മാരെല്ലാവരും ഉണ്ട്. ഈ മനുഷ്യന്റെ ഭാര്യയില്ല, ആ 6 വയസ്സുള്ള മോനും ഇല്ല. നിങ്ങൾ ആ വേദന പറയും, കഞ്ഞത്ത് വിഷം എന്താ? മോനുമില്ല, ഭാര്യയില്ല. എത്ര മനുഷ്യന്മാരുണ്ടറിയോ? ഓ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ എയർപോർട്ടിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ ഭാര്യയും മക്കളെയും കൊണ്ടുപോകണം. അതാണ് ഈ സ്നേഹം. നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യയെ മക്കളെ മാറ്റിവെച്ച് നിങ്ങൾ എവിടെ പോയിട്ടെന്താ? എന്ത് സ്നേഹമാണുള്ളത്? സ്നേഹം നഷ്ടപ്പെടുകയാ ചെയ്യാം. ഈ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ഭാര്യയെ 6 വയസ്സുള്ള ഒരു മോനെ, ആ മോനെ കൊണ്ടുവന്നൂടേന്ന്? കൊണ്ടുവന്നില്ല. നാട്ടുകാരെ കേട്ടോളി, നിങ്ങൾ നേർക്ക് നേരെ കണ്ടൊരു കാഴ്ച. അന്ന് ജീപ്പാണ്, കാറൊന്നല്ല, ജീപ്പിലാ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മനുഷ്യനെ പുറത്തിറങ്ങി, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇറങ്ങിയത്. അപ്പൊ ഉമ്മയും ബാപ്പയൊക്കെ ഉണ്ട്. ഈ മനുഷ്യനെ, ഇയാളെ പേരൊന്നും ഇപ്പം പറയുന്നില്ല, ചില സീഡുകൾ ഞാൻ പേര് വരെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനെ ഒരു തണ്ട് പോലെ തഹയ്യറ എന്ന് പറയില്ലേ, തരിച്ചു നിൽക്കുന്നു. കാരണം ഉമ്മാന്റെ മുഖത്തൊക്കെ വയ്യ. നേരെ മറിച്ച് അവിടെ ഭാര്യ മോനും കൂടെ ഉണ്ടെങ്കിൽ ആദ്യം ഉമ്മാനെ അടച്ചുവിട്ടുള്ളൂ. അങ്ങനെയാണ്. നേരെ മറിച്ച് ഭാര്യനും മോനെയും കണ്ടില്ല. അതോടെ ഈ മകന് ഉമ്മ ഉപ്പ ഒക്കെ വെറുപ്പിന്റെ മനസ്സായി പോയി. അവന് പുറത്ത് വന്ന്, ജ്യേഷ്ഠാനുജൻ, എന്റെ ഉമ്മമാരെ, ഞാൻ ഈ ചെവിട് കൊണ്ട് കേട്ടൊരാശയമാണ്. ആ ഉമ്മ വന്ന് മോന്റെ കയ്യങ്ങ് പിടിച്ചപ്പോ കയ്യൊന്നും കൊടുക്ക ഇയാൾക്ക് മനസ്സില്ല. അപ്പൊ ഉമ്മ പറയാ, മോനെ മോനെ. അപ്പൊ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഉമ്മ പറയാടാ, അവളൊക്കെ ചെയ്തു വിട്ട അക്രമം കേൾക്കണോ? എന്ത് തള്ള, എന്ത് തള്ള. നോക്കി നിങ്ങള്, ഒരു മകന് 6 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് വീട്ടിലെത്തിയിട്ട് പറഞ്ഞൂടെ ഉമ്മ, എന്ത് കടുപ്പാ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളൊരു തള്ളല്ലേ, നിങ്ങൾ എന്തൊരു കടുപ്പായി കാണിച്ചത്? അപ്പൊ ആ ഉമ്മ, മോനെ, അവള് കാണിച്ചു കൂട്ടിയത്. അപ്പോ ആ മനുഷ്യനെ ഉമ്മാനോട്, ഉമ്മ, എന്റെ മോനെ കണ്ടില്ലല്ലോ ഉമ്മ, എന്റെ 6 വയസ്സുള്ള കുട്ടിനെ കൊണ്ടുവന്നില്ലല്ലോ ഉമ്മ, അയാളെ വീടുന്നതാ കണ്ടതെന്ന്. ആ മനുഷ്യൻ ജീപ്പിൽ കയറല്ല ചെയ്തത്, ആ മനുഷ്യനങ്ങ് വീണൂന്ന്. 6 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന് ഒരു മകനെ കണ്ടില്ലല്ലോ. ഉമ്മ വിളമ്പിയ വെടക്ക് പിടിച്ച നാവ് ഒന്ന് നോക്കൂ നിങ്ങൾ. അവൾ ചെയ്ത കടുപ്പം കണ്ടോ? അതോടെ പതറിപ്പോകും ഉമ്മമാരെ. ആൺകുട്ടികളുടെ മനസ്സ് പതറും, ആൺകുട്ടികളുടെ ബുദ്ധി നഷ്ടപ്പെടും. ആൺകുട്ടികൾക്ക് ഉമ്മ ഉപ്പ ആരാണെന്ന് അറിയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ചീറിപ്പറഞ്ഞ്, നിങ്ങൾ വേവലാതിപ്പെട്ട് കാര്യമില്ല ഉമ്മമാരെ. നിങ്ങൾ ചെയ്ത കടുപ്പം കുറച്ചൊന്നുമല്ല, നിങ്ങൾ കാണിച്ച കടുപ്പവും കുറച്ചൊന്നുമല്ല. ഈ മക്കളുടെ മനസ്സ് നിങ്ങൾ വായിക്കണ്ടേ? ഈ മക്കളുടെ വേദന നിങ്ങൾ അറിയണ്ടേ? ഈ മക്കളുടെ കണ്ണീര് കാണണ്ടേ ഉമ്മമാരെ? എന്തൊരു കടുപ്പാ നിങ്ങൾ കാണിച്ചത്? നഊദു ബില്ലാഹ്. അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ അമ്മായി പോരി എന്ന നശീകരം പിടിച്ച പോരിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളി, വേണമെങ്കിൽ ആമീൻ പറഞ്ഞാളി, വേണമെങ്കിൽ ആമീൻ പറഞ്ഞാളി. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുണ്ടോ, അത് പോയോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, വയസ്സായ ഉമ്മമാരോട്, ജീവിതം കുളിർമയാ അല്ലേ? വയസ്സുകാലത്ത് ഇങ്ങനെ പെടഞ്ഞിരിക്ക പ്രയാസം തന്നെയാണ്. അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഞാൻ എൻ്റെ ഉമ്മമാരോട് മനസ്സു തുറന്ന് പറയുകയാണ്. മാത്രമല്ല, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, മറ്റൊരു പാവപ്പെട്ട മനുഷ്യന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? അമ്മായിയമ്മ 5 മാസത്തോളം മൂത്രത്തിൽ കിടക്കുന്നു. പായിലാണ് മൂത്രമടിക്കുന്നതും കാഷ്ടിക്കുന്നതും. 5 മാസമാണ് ഒരു സാധുവായ കുട്ടിയുടെ ഉമ്മ മൂത്രത്തിൽ കിടക്കുന്നത്. പക്ഷേ അല്ലാഹു തആല, രാജാതിരാജനായ റബ്ബ്, ആ ഉമ്മയെ നോക്കാൻ പറ്റിയ മരുമകളെ അല്ലാഹു കൊടുത്തു. ഈ മകന് ലഭിച്ചൊരു പെൺകുട്ടി നല്ലൊരു പെണ്ണായിരുന്നു. എന്തൊരു നല്ല സ്വഭാവമുള്ള പെണ്ണ്, എന്ത് സ്നേഹമുള്ള പെണ്ണാണ്. ഭർത്താവിന്റെ ഉമ്മ മൂത്രത്തിൽ കിടക്കുന്ന സമയം
ആ മൂത്രം കഴുകി വൃത്തിയാക്കാൻ മടിയില്ല, ഉമ്മയുടെ കാഷ്ടം വടിച്ചെടുക്കാൻ മടിയില്ല, ഉമ്മയുടെ ഗുഹ്യസ്ഥാനം കഴുകിക്കൊടുക്കാൻ ഈ മരുമകൾക്ക് ഒട്ടും മടിയില്ല. ആ നിലക്കുള്ളൊരു പെണ്ണ് ഭർത്താവുമൊത്ത് സുഖിച്ചു കിടന്നു. രാത്രി ഭർത്താവിനെ സുഖിപ്പിച്ച് കിടത്തി. ഭർത്താവ് ഉറങ്ങിയപ്പോ ആ പെൺകുട്ടി മെല്ലെ എഴുന്നേറ്റ് പോകുന്നു. പെട്ടെന്ന് ഭർത്താവ് നെട്ടി ഉണർന്നു. ഭാര്യയെ കാണാനില്ല. ഭാര്യയോട് വല്ലാത്ത സ്നേഹമുള്ള ഭർത്താവാട്. ആ പെണ്ണിനെ കാണാതെ വന്നപ്പോ എഴുന്നേറ്റ് നെട്ടി ഉണർന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകുന്നു. ബാത്റൂമിൽ ചെന്ന് നോക്കുന്നു. ഒരു ഭാഗത്തും ഭാര്യയെ കാണാനില്ല. ആ ഭാര്യയുടെ പേര് വിളിച്ച് ഭർത്താവാണ് കരയുന്നത്. ഭാര്യയുടെ പേര് വിളിച്ച് നട്ടപ്പാതിരക്ക് ഭാര്യയുടെ പേര് വിളിച്ച് കരയുന്നു ഒരു ഭർത്താവ്, അവളെ കാണാത്തത് കൊണ്ട്. അവസാനം മൂത്രത്തിൽ കിടക്കുന്ന ഉമ്മയുടെ റൂമിലേക്കൊന്ന് എത്തി നോക്കുന്നു. മാഷാ അല്ലാ, ആ ഉമ്മ കിടക്കുന്ന കട്ടിലിന്റെ താഴ്ഭാഗത്ത് ഒരു പായ വിരിച്ച് ആ പെൺകുട്ടി ചുരുണ്ടു കിടക്കുന്നു. ഓ ഉമ്മമാരെ, എന്റെ വാഴ് കേൾക്കുന്ന പെങ്ങളെ, അങ്ങനത്തെ എത്ര പെൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്. സാധുവായ ഉമ്മ, ഭർത്താവിന്റെ ഉമ്മ, മോളെ, അത് സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ഒരു ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ്. ഭർത്താവിന്റെ സ്വർഗം ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ. ഒരു പെണ്ണിന്റെ സ്വർഗമോ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലുമാണ്. ഖാല റസൂലുള്ളാഹി, ഏത് ഹജ്ജ് ചെയ്ത ബീവിയാണോ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ ഭാഗ്യം ലഭിച്ചു പോയ പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മയുടെ പൊരുത്തം നേടണം, അമ്മായിമ്മയുടെ പൊരുത്തം നേടണം ഒരു പെൺകുട്ടി. അല്ലെങ്കിൽ പ്രശ്നമാണ്, പ്രയാസമാണ്. ഇരിക്കട്ടെ, ഉമ്മയുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കാൻ ഉമ്മ കിടക്കുന്ന റൂമിൽ ചുരുണ്ട് കിടക്കുന്നു ഈ സാധു മനുഷ്യൻ. നാട്ടുകാരെ അവളെ തട്ടി, കാലുകൊണ്ട് തട്ടിയത്രേ. ആ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്. ആ കാലുകൊണ്ട് തട്ടി, അവൾ നെട്ടി ഉണർന്നു. അപ്പോ ആ പെണ്ണ് പറയാ, പോയി കിടന്നോളി, എന്റെ ഉമ്മാക്കൊരു തുള്ളി വെള്ളം കൊടുക്ക, ഞാനല്ലേ ഉള്ളൂ. എന്റെ ഉമ്മാന്ന് അമ്മായിമ്മനെ കുറിച്ചപ്പോ ഈ പറയണത്. ഈ പെൺകുട്ടി പറയാ, അങ്ങനത്തെ എത്ര മരുമക്കളുണ്ടറിയോ ഈ കാലഘട്ടത്തിലുണ്ടോ? അല്ലാഹുവാലോ, എത്ര എത്ര മരുമക്കളുണ്ടറിയോ. എന്റെ ഉമ്മാക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. എന്റെ ഉമ്മ എഴുന്നേൽക്കുമ്പോ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്ക, ആരാ ഉള്ളത്, പോയി കിടന്നോളി, ഞാൻ ഇവിടെ കിടക്കട്ടെ. ആ സാധുവിന്റെ സന്തോഷം നോക്കൂ നിങ്ങൾ, ആ സാധുവിന്റെ ഒരു കൃപ നോക്കൂ നിങ്ങൾ. ഭർത്താവ് മനുഷ്യൻ പറയാ, എന്റെ ഭാര്യയെ എന്റെ ഉമ്മാക്ക് ഞാനല്ലാതാരാ വെള്ളം കൊടുക്കാനുള്ളത്. ഇതങ്ങ് പറഞ്ഞപ്പോ എന്റെ രോമങ്ങൾക്ക് എടുത്തു തുറിച്ചു. എന്താണ് എന്റെ ഒരു സന്തോഷം വന്നത്. ഞാനത് കേട്ട് മെല്ലെ പോയി കിടന്നു. കിടന്നപ്പോണ്ട് ഒരു ശബ്ദം, ഒരു ഒച്ചപ്പാട്. അപ്പൊ ഞാൻ വന്ന് തുറന്നു നോക്കുമ്പോ എന്റെ ഉമ്മാനെ തോളിലേറ്റിയിട്ട് എന്റെ ആ പെണ്ണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുക. സുബ്ഹാനല്ലാ, അമ്മായിമ്മയെ ചുമരിലേറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന പെണ്ണ്. അയാള് പറയാ, എന്റെ ഭാര്യ കാണിക്കുന്നത് കണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞു. അങ്ങനെ എന്റെ ഉമ്മ, എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഈ പെൺകുട്ടി ഉമ്മാനെ ചുമന്ന ബാത്റൂമിലേക്ക് പോകുമ്പോ ശക്തിയായ രോഗമുള്ള ആ ഉമ്മ മൂത്രമൊടിക്കുന്നു മരുമകളുടെ മാറിടത്തിലൂടെ. മരുമകളായ പൊന്നുമോളെ മാറിടത്തിലൂടെ അമ്മായിമ്മയാണ് മൂത്രമൊടിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് അലർജിയില്ല, അറപ്പില്ല, വെറുപ്പില്ല. പാവപ്പെട്ട ഉമ്മ, ഭർത്താവിന്റെ ഉമ്മ മൂത്രമൊടിച്ചപ്പോ ഒരു അറപ്പും വെറുപ്പുമില്ലാതെ ആ പ്രിയപ്പെട്ട മരുമകൾ ഉമ്മാനെ ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രമൊടിച്ചതെല്ലാം കഴുകി വൃത്തിയാക്കി ആ ഉമ്മയെ കൊണ്ടുവന്ന് കിടത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഭർത്താവ് ചോദിച്ചു, എന്റെ ഉമ്മയെ നിന്റെ മാറിടത്തിൽ മൂത്രമൊടിച്ചപ്പോ നിനക്ക് വല്ല വിഷമം തോന്നിയോ? ആ പെൺകുട്ടി പറഞ്ഞത്രേ, എന്റെ പൊന്നുമ്മ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ ഉമ്മാക്ക് ഞാനാ ഉള്ളത്. 3-4 പെൺകുട്ടികളുണ്ട്, പക്ഷെ അവരൊക്കെ കെട്ടിച്ച വീട്ടിലാണ്. ഈ മരുമകളാണ് ഈ ഉമ്മയെ ശുശ്രൂഷിക്കുന്നത്. നാട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മോളെ എന്ന് വിളിക്കുമത്രേ കിടപ്പുറയിൽ കിടന്നിട്ട്, മോളെ
യാ ബിന്തി യാ ബിന്തി യാ ബിന്തി, മോളെ എന്ന് വിളിക്കും. വിളി കേട്ടാൽ തന്നെ ഈ പെൺകുട്ടി ഓടിച്ചലും ഉമ്മാക്ക് വേണ്ട ഹിദ്മകള്. ആ ഉമ്മ ദിവസങ്ങൾ വർഷങ്ങളോളം മോളെ എന്ന് വിളിച്ച ഉമ്മ ഒരു സുപ്രഭാതത്തിൽ പെൺകുട്ടികൾ താമസിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. നമ്മൾ പറയില്ല, കഴിഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലോ, പാർക്കാൻ വരികയാണ്, ഒരു മുസീബത്ത് പാർക്കൽ എന്ന് പറഞ്ഞിട്ട്. അന്ന് ചില ചെറുപ്പക്കാർക്ക് എന്നോട് പറഞ്ഞു, അത് കുറച്ച് കടുപ്പായിട്ടാണ്. വേല് കഴിഞ്ഞപ്പോഴേ ആ കാലാണിപ്പോ, അതാ ഈ ഏപ്രിൽ മെയിലാണിപ്പോ കാലം. പെങ്ങന്മാര് പാർക്കാൻ വരിക, ഇത്ര മുസീബത്ത് വേറല്ലട്ടാ അഷറഫ, ഇത്ര മുസീബത്ത് വേറല്ല. ഈ പെങ്ങന്മാര് പാർക്കാൻ വരുന്നു. റഹ്മത്തുണ്ട്, മുസീബത്തുണ്ട്. അള്ളാഹ് ഖൈറാക്കി തരട്ടെ. 10 ദിവസം പാർത്തു പോകുമ്പോഴേക്കും 10 ദിവസം വീട്ടിൽ വന്ന് ആ 10 ദിവസം അങ്ങ് താമസിച്ചു പോകുമ്പോഴേക്കും വീടും പറമ്പൊക്കെ ഹുസ്റാനം മുബീന. ചില പെങ്ങന്മാര്, ചില പെൺകുട്ടികൾ. മറ്റു ചിലരോ 10 ദിവസം കഴിഞ്ഞു പോകുമ്പോ കൂട്ടക്കരച്ചിലേക്കോ വീട്ടിൽ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മുടെ വീടുകളൊക്കെ കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് വെറുപ്പേറ്റാകോ ഞാൻ ഈ ശൈലി പറഞ്ഞാല്? ഞാൻ പറഞ്ഞു വരുന്നതേ, നോക്കൂ നിങ്ങൾ, എല്ലാ തരവും ഉണ്ട്. ഏതാലാവട്ടെ, ഒരു പെങ്ങള് വന്ന് 2-3 ദിവസമല്ല 8-10 ദിവസം താമസിച്ചു പോയപ്പോഴേക്കും മോളെ എന്ന് വിളിച്ചിരുന്ന ഉമ്മാക്ക് ആ ശൈത്താൻ എവിടെ? ആ ശൈത്താൻ പിന്നെ പറയുന്ന വാക്കുകളൊക്കെ വേറെയാണ്. അങ്ങനെ അവള് എന്തിനു പറ്റും, ആ പെണ്ണ് അങ്ങനെ എപ്പോഴും പറഞ്ഞേ നഊദു ബില്ലാഹ്. നാട്ടുകാരെ, പിന്നെ പെണ്ണിനെ കണ്ടുകൂടാ. അവളെ പേര് കേൾക്കുമ്പോ കാർക്കിച്ച് തുപ്പിക്കളയും ഉമ്മ. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോടാ, എന്റെ മുന്നിൽ കാണരുത് അവളെ. അപ്പൊ ഒരു ദിവസേ അയാള് ഈ മോനെ ഈ പെണ്ണിനോട് പറഞ്ഞു, മാറ്റടി, എന്റെ വീട്ടിൽ പോയിക്കോ, നീ എന്റെ വീട്ടിൽ പോയിക്കോ. ഞാൻ പച്ച മലയാളത്തില് അയാൾ പറഞ്ഞ ശൈലി പറയാം, നിന്റെ വീട്ടിൽ പോയിക്കോ. അപ്പൊ പറയും, എവിടെങ്കിലും പോണം, പെണ്ണ് പോയി തൊലയണം, അവൾ പോയി തൊലയട്ടെ എവിടെങ്കിലും. നാട്ടുകാരെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പെൺകുട്ടിയുടെ കരച്ചില്, അവന്റെ കരച്ചില് ഞാൻ പറയണ്ടല്ല, അവനെ കൊണ്ടാക്കിന്ന് ഈ പെണ്ണിനെ, ഉമ്മാന്റെ മൂത്രവും കാഷ്ടവും വടിച്ചെടുത്തിരുന്ന പെണ്ണിനെ കൊണ്ടുപോയി. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. അപ്പൊ ഒരു സുപ്രഭാതത്തില് ഉമ്മാക്ക് വീണ്ടും തരച്ച പഴയ രോഗം. ഇപ്പൊ രോഗമൊക്കെ മാറി ആഫിയത്തൊക്കെ ആയപ്പോ ഈ ചില തള്ളാർക്ക് അങ്ങനെയാണ്, പെൺകുട്ടികളെ മാറ്റിച്ചുള്ള പരിപാടിയില്ല. നീ എന്ത് തലകുത്തി പറഞ്ഞാലും ശരി, ഒരു പെൺകുട്ടി വന്ന് കുസുകുസു പറഞ്ഞാൽ അത് അച്ചെടുക്കാൻ വിശ്വസിക്കുകയും ചെയ്യും. അതാണ് ഈ മുസീബത്തൊക്കെ. അള്ളാഹ് കാക്കട്ടെ. ഈ സെൽബിയാക്കട്ടെ അമീനും പറയണ്ട, അള്ളാഹ് കാക്കട്ടെ. അപ്പോ ഞാൻ പറയുന്നതേ, പെൺകുട്ടികൾ വന്ന് പറഞ്ഞത് അച്ചേൽക്കാൻ വിശ്വസിക്കുന്ന എത്ര ഉമ്മമാരുണ്ടറിയോ? ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യത്ത് ഉമ്മാക്ക് ആ പഴയ രോഗം വീണ്ടും സുഖമില്ലാതെ വന്നപ്പോഴേ ഒരു സുപ്രഭാതത്തില് ഇയാൾ ഉമ്മ ചോദിക്കവനോടെ, ആ പെണ്ണെവിടെടാ, ആ പെണ്ണെവിടെ? ഇതുവരെ മോളേന്ന് വിളിച്ചിരുന്ന ഉമ്മേ, ആ പെണ്ണെവിടെ? അപ്പൊ ഇവൻ പറയാ, ഈ മനുഷ്യര്, ഉമ്മാ 5 മാസം മൂത്രത്തിൽ കിടന്ന സമയത്ത് ഞങ്ങളുടെ മൂത്രവും കാഷ്ടവും വൃത്തിയാക്കിയ പെണ്ണായിരുന്നു. അന്ന് നിങ്ങൾക്ക് മോളായിരുന്നു ഉമ്മ, ഇപ്പോഴല്ല നിങ്ങൾക്ക് പെണ്ണായത്. ഉമ്മ, നിങ്ങളെ മൂത്രേ, നിങ്ങളിങ്ങനെ ആ പെണ്ണിന്റെ മാറിടത്തിൽ മൂത്രമൊഴിച്ചു തോർക്കണ്ട. നിങ്ങളെ മൂത്രപ്പുരയിലേക്ക് ഏറ്റിപ്പോയപ്പോ ഒരു ദിവസം പെണ്ണിന്റെ കടിത്തിലൂടെ നിങ്ങൾ മൂത്രമൊഴിച്ചിട്ടുണ്ട്. ആ മൂത്രമൊഴിച്ച സമയത്ത് നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടായിരുന്നു. അന്ന് പെൺകുട്ടികളെ മാറിടത്തിലല്ല നിങ്ങൾ മൂത്രമൊഴിച്ചത്, ഈ പെണ്ണിന്റെ ആയിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ഇപ്പൊ നിങ്ങൾക്ക് പെണ്ണല്ലേ, അന്ന് മോളായിരുന്നല്ലേ. ഉമ്മ, ഇപ്പോഴല്ലേ നിങ്ങൾക്ക് നന്ദിയുണ്ടോ ഉമ്മ? ഈ മനുഷ്യന്റെ മനസ്സ് പൊട്ടി അങ്ങ് പറഞ്ഞപ്പോ ഉമ്മ, മോനെ, എടാ എന്റെ കുട്ടിനെ കൊണ്ടുപാടാ, ആ പെണ്ണെന്ന് വിളിച്ച ഉമ്മേ. ഇത്ര ഉള്ളു, ചെറുപ്പക്കാരെയൊക്കെ ക്ഷമിച്ചാലിട്ടാ. നമ്മളെ ഉമ്മാര് പാവാണ്. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും അവരുടെ ഉമ്മാരോട് ഒരു വെറുപ്പുണ്ടാവില്ലേ? ഉമ്മയും ബാപ്പി ആർക്കും ഒരു വെറുപ്പുണ്ടാവരുത്. നോക്കി ഇതങ്ങ് പറഞ്ഞപ്പോ പെട്ടെന്ന് ഉമ്മ, എടാ എന്റെ കുട്ടീനെ കൊണ്ടുപാടാ. അപ്പൊ ഇവൻ പറഞ്ഞത്രേ, ഞാൻ കൊണ്ടുവരൂല, വേണമെങ്കിൽ നിങ്ങൾ പോയി കൊടുന്നോളിന്ന്. അങ്ങനെ മകന്റെ പോക്കറ്റിൽ നിന്ന് 100 റുപ്യ എടുത്ത് ഓട്ട വിളിച്ച് തള്ള പോയി മരോളെ കൊണ്ടുവരാന്. സുബ്ഹാനല്ലാഹ്, ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഈ മനുഷ്യൻ വന്നപ്പോ നീട്ടി വിളിക്കണ്ട ഉമ്മ, മോളെ, എടീ മോളെ, കുട്ടി വരുന്നുണ്ടാ. ആ മോളേന്ന് വിളി കേട്ടപ്പോ
എന്താണ് അയാളെ കുളിർമ? നിങ്ങൾ പറയും, ബാക്കി ഞാൻ പറയണ്ടല്ല. ആ മനുഷ്യന്റെ മോന്റെ കുളിർമ എത്രയാ നോക്കുമ്പോ സ്വന്തം ഭാര്യനെ കുറിച്ചാണ് പറയുന്നത്. മാഷാ അല്ലാ. ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ വാഴ് കേൾക്കുന്ന ഉമ്മമാരെ, എത്രയാണ് നിങ്ങളുടെ മരുമകൾ നിങ്ങളെ നോക്കിയതും പോകട്ടെ നിങ്ങൾക്ക് വേണ്ട നന്മ ചെയ്തതും. ആ പാവപ്പെട്ട പെൺകുട്ടിയെ ത്വലാഖ് ചൊല്ലാനും ആട്ടിവിടാനും പറയുന്ന എത്രയെത്ര ഉമ്മയുണ്ട്. മോശമാണ് ഉമ്മമാരെ. ഇന്നർ റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ. അമ്മായുമ്മയും മരുമകളും കുടുംബത്തിൽ പരസ്പരം പിണങ്ങി നടക്കുന്ന ഏത് വീടുകളുണ്ടോ ആ വീടുകളിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ മരുമകളോട് കാണിക്കുന്ന കടുപ്പത്തിൽ 2 ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. 6 സംഭവങ്ങൾ, ബാക്കി പറയണില്ലട്ടാ. 2 ഞാൻ പറഞ്ഞു. ഇനി മരുമകൾ കാണിക്കുന്ന കടുപ്പം കേൾക്കണം നിങ്ങള്. മറിച്ചുമാണെന്ന് ചിന്തിക്കുക. ഈ മരുമകളെ നശീകരം പിടിച്ച പെണ്ണ്, ഞാൻ അങ്ങനെ പറഞ്ഞ കടുപ്പാ നിങ്ങൾ വിചാരിക്കരുത്. കാരണം അപ്പടങ്ങളെ ഗൗരവം തിരിയ. ഒരു പെണ്ണെ നോക്കുന്നുങ്ങൾ, നഊദു ബില്ലാഹ്, ഈ 10-30 കൊല്ലത്തോളം ഗൾഫ് നാടുകൾ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ നല്ല മാർബിൾ പതിച്ച വീടുണ്ടാക്കി. ആ വീട്ടില് വയസ്സുകാലത്ത് പ്രായാധിക്യം കൊണ്ട് ഉമ്മ മൂത്രൊഴിച്ചു. ഈ ഉമ്മ വയസ്സുകാലത്ത് അങ്ങനെ ഉണ്ടല്ല, 10-75 വയസ്സ് കഴിഞ്ഞ് ഉമ്മ ചുമ കൂടിയപ്പോ മൂത്രൊഴിച്ചപ്പോ മാഷാ അല്ലാ, ആ മൂത്രമൊഴിച്ച സമയത്ത് 2 വാക്ക് ഭർത്താവ്, ഈ ഉമ്മയുടെ മകൻ വീട്ടിലേക്ക് വരുമ്പോ ഒരു വാക്ക് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഉമ്മ പാവാണ്, ചുമ കൂടിയിട്ട് നമ്മളെ ഉമ്മ മൂത്രമൊഴിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല. നേർച്ചി പെണ്ണ് എന്താ പറഞ്ഞതറിയാം? ഒന്ന് പോയോക്കി, നിങ്ങളെന്താ കുറെ വീടുണ്ടാക്കിയിട്ട്, നിങ്ങളെന്താ കുറെ പറമ്പുണ്ടാക്കിയിട്ട്, ഒന്ന് ചെന്നോക്കി നിങ്ങൾ ആ വീട്ടില്. അപ്പൊ എന്തെങ്കിലും വരാന്തി പോയോക്കി. അപ്പൊ എന്താ പ്രശ്നം? ഭർത്താവ് ചോദിക്കുക, എന്താ പ്രശ്നം? പോയോക്കി, 4 മനുഷ്യൻകാരി വരുന്ന സ്ഥലത്ത് നിങ്ങളെ ഉമ്മ മൂത്രമൊഴിച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. മരുവള വാക്കാട്ടിയത്. അവൻ നേരെ അങ്ങ് പോയി. അപ്പൊ ഈ വയസ്സായ ഉമ്മ ചുമച്ചങ്ങനെ ഇരിക്കുക. ആ മോൻ ഉമ്മയോട്, ഇതെന്താണ് ഉമ്മ? എടാ മോനെ, ഞാൻ കുരച്ചപ്പോ, ഉമ്മാന്റെ ശൈലി കേട്ടാ, ചുമ കൂടിയപ്പോ മൂത്രമൊഴിച്ചതാണ്. ഒരൊറ്റടി ഉമ്മാന്റെ മുഖത്ത്. എടാ, ഈ കൈ പുടിക്കളിരിക്കൂല മോനെ, ഈ കൈ പുടിക്കളിരിക്കൂലേ? ഉമ്മാന്റെ മുഖത്ത് കൈവച്ചോ, ഉമ്മയുടെ മുഖത്ത് കൈവച്ചോ? പ്രശ്നം ഈ പോരുകൾക്കാരാണ്. പക്ഷേ എന്തു പറഞ്ഞാലും ഉമ്മാന്റെ മുഖത്ത് കൈവച്ച ഇനി ആ കൈ നന്നാകോ? ഉപ്പാന്റെ മുഖത്ത് വിരൽ ചൂണ്ടേനെ കൈ നന്നാകോ? പൊരുത്തപ്പെടിച്ചില്ല എങ്കിൽ ഇല്ലാ അന്ത തൂബ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ചെല്ലുനാട്ടുകാരെ, മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, യാ റസൂലല്ലാഹ്, നബിയേ, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മാക്ക് ഞാൻ എത്ര നന്മകളാണ് ചെയ്യുന്നത്, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു പോയി, എന്റെ ഉമ്മാക്ക് ഞാൻ എത്ര കാര്യങ്ങളാ ചെയ്തു കൊടുത്തത്. റസൂലുള്ളാഹിനോട് സ്വഹാബി വന്നിട്ട്, ചില ആളുകളൊക്കെ പറയും, ആ തള്ളനെ ഞാൻ ഉംറക്കും കൊണ്ടുപോയി, ആ തള്ളനെ ഹജ്ജും ചെയ്യിപ്പിച്ചു. ചില ആളുകളൊക്കെ തള്ളാനും ബാപ്പാനെ കുറിച്ച് ഇപ്പൊ വേറെയും പതൊക്കെ പറയും. അപ്പൊ ആ തള്ളനെ ഞാൻ ഹജ്ജിനും കൊണ്ടുപോയി ഉംറയും ചെയ്യിപ്പിച്ചു, എന്നിട്ട് നന്ദി കെട്ട തള്ളാൻ. അനുജാ, എന്റെ സ്നേഹിത, അരുത്, വല്ലാത്തൊരു അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പാവപ്പെട്ടൊരു സ്വഹാബി വന്നുകൊണ്ട്, നബിയേ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ മരിക്കുന്നൊരു മകനാണ്, ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്. ആ ഉമ്മയുടെ നാവിന്റെ മോശം കാരണം എനിക്ക് വല്ലാത്ത വെറുപ്പ് വന്നിട്ടുണ്ട് നബിയേ. എന്റെ ഉമ്മയുടെ നാവ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത്രയും മോശപ്പെട്ട ശൈലിയിലാണ് ഉമ്മ പെരുമാറുന്നത്.
അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചൊല്ലൂ ചെറുപ്പക്കാരെ, മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോരെ, നിന്റെ ശരീരത്തിലെ മാംസങ്ങളെങ്ങാനും മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നിന്റെ ശരീരത്തിലെ മാംസങ്ങളങ്ങ് മുറിച്ചു മാറ്റിയാലും നീ നിന്റെ ഉമ്മാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മ 4 10 പോലും ആവില്ല കരളേ. ഉമ്മ നിന്റെ കൈകാലുകൾ മുറിച്ചാലും ശരി, നീ ഉമ്മാക്കൊരു നന്മ ചെയ്തു പറയാൻ നിനക്ക് സാധ്യമല്ല. ഖാല റസൂലുള്ളാഹി എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല അതിന്റെ ശിക്ഷ പിന്തിച്ചേക്കും. നേരെ മറിച്ച് ഉമ്മയോടോ ബാപ്പയോടോ കാണിക്കുന്ന കടുപ്പം, ഇന്നല്ലാഹ ലയുഅദ്ദിബു ഹലാക്കൽ അബ്ദി. ഉമർ ബിൻ മഹാനായ അബ്ദുല്ലാഹി ബിൻ അബിൽ ഹുദൈരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മാനെ കഴുതയുടെ ശബ്ദം പോലെ ചാടുന്ന തള്ളേ. ഒരു മകന്റെ വിളിയാണ്. അബ്ദുല്ലാഹിബ്നു അബുൽ ഹുദൈരി തങ്ങൾ പറയാ, ഒരു മകൻ മുമ്മങ്ങാനും വിളിച്ച കഴുതനെ പോലെ ചാടുന്ന തള്ള, കൊരങ്ങനെ പോലെ ചാടുന്ന തള്ള, അതുപോലെ തന്നെ മൃഗങ്ങളെ പേര് കൂട്ടി പറഞ്ഞു. ഒരു മകൻ പറയൂത്രേ, അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു കഴുത ശബ്ദം പോലെയുള്ള ശബ്ദം ഉമ്മാനെ കുറിച്ച്. പക്ഷേ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, നല്ല ആബിദായ മനുഷ്യനായിരുന്നു. പക്ഷേ ഉമ്മാനെ കഴുതയുടെ ശബ്ദമെന്ന് പറഞ്ഞ് ഉമ്മയെക്കുറിച്ച് പറഞ്ഞു പോയ ആ മകൻ ഉമ്മയോട് പൊരുത്തപ്പെടിക്കാതെ മരിച്ചു. ഈ മനുഷ്യൻ എല്ലാ ദിവസവും അസ്റിന്റെ ശേഷം അവന്റെ ഖബറിൽ നിന്നൊരു കഴുതയുടെ തല, അല്ലാഹു കാക്കുമാറാവട്ടെ, ഒരു കഴുതയുടെ തലയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നല്ലാഹ ലയുഅദ്ദിബു ഹലാക്കൽ അബ്ദി. അല്ലാഹു തആല ഇവിടെ വെച്ച് തന്നെ മരിക്കുന്നതിനു മുമ്പ് കാണിച്ചു കൊടുക്കുന്ന ഭയാനകരമായ രംഗങ്ങൾ. നായ് കഴുതയുടെ തല പോലെ തല പ്രത്യക്ഷപ്പെടുന്നു, കഴുതയുടെ ശബ്ദം പോലെ ശബ്ദിക്കുന്നു. എല്ലാ ദിവസവും അല്ലാഹു തആല അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഹുദൈരി റളിയല്ലാഹു അൻഹു. കഴുതയുടെ ശബ്ദം പോലെ, കഴുതയെ പോലെ പറഞ്ഞിട്ടുള്ളൂ നാട്ടുകാരെ. അല്ലാഹ് എല്ലാ മോൻ മരിച്ചിട്ട് വർഷങ്ങളോളം ആ രൂപത്തിലുള്ള കാണിക്കുകയാണ് അവനെ കൊണ്ട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തു പറഞ്ഞാലും നോക്കൂ നിങ്ങൾ ആ മഹിമ. പക്ഷേ ഈ അമ്മായിപ്പോര് കൊണ്ട് ഉമ്മയുടെ മഹിമ നഷ്ടപ്പെട്ടു. അമ്മായിപ്പോര് കൊണ്ടും നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മയെക്കുറിച്ച് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടും അല്ലാഹു കാക്കട്ടെ. അതൊന്ന് മനസ്സിലെത്തി ആമീൻ പറയും. അല്ലാഹു കാക്കട്ടെ. ചില പെൺകുട്ടികൾ പറഞ്ഞ അച്ചൽക്ക് ആമന്നാ സല്ലംന, ആമന്നാ സല്ലംന, അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട്. നമ്മളെ നീലഗിരിയിലൊന്നും ഉണ്ടാവില്ല കേട്ടാ, അങ്ങനെ നീലഗിരിയിലൊന്നും കാണൂല. ആമന്നാ സല്ലംന, ഭാര്യ എന്തു പറഞ്ഞോ അച്ചൽക്ക് വിശ്വസിക്കുക. ഇത്ര വലിയൊരു പെങ്കൂസ ലോകത്ത് വേറല്ലട്ടാ. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് നിങ്ങൾ ആമീൻ പറയുന്നില്ലല്ലോ. എന്നിട്ട് ഭാര്യ പറയുന്നത് അച്ചൽക്കെന്ന് വിശ്വസിക്കുക. ഇത്ര വലിയൊരു പെങ്കൂസൻ, ഇതെന്തൊരു പെങ്കൂസന. 100 വട്ടം ചിന്തിക്കണം. ഒരു പെണ്ണ് പറയുമ്പോൾ 100 വട്ടം ഭർത്താവ് ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉമ്മയെക്കുറിച്ച് നമ്മുടെ ഭാര്യ വല്ലതും പറഞ്ഞ 100 വട്ടം ചിന്തിച്ചിട്ടേ മറുപടി പറയാവൂ. ഇതാ ഭർത്താവ്. അത് ഞാൻ പറയുന്നുണ്ട്, ആ വിഷയം കൊണ്ടുവരുന്നുണ്ട്. ഏതാട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഓ എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരെ, നമ്മുടെ സാധുവായ ഉമ്മ, ആ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് من فضل زوجته على أمه يا معشر المهاجرين يا معشر المهاجرين والأنصار. അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ അൻസാറുകളെ,
മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉമ്മയെക്കാളും ഭാര്യമാർക്ക് വല്ല പദവികളും കൊടുത്തു പോയാൽ, വല്ല സ്ഥാനവും കൊടുത്തു പോയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർ ശാപത്തിന്റെ ഉടമകളാണ്, ലഅനത്തിന്റെ ഉടമകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മയെക്കാളും ഭാര്യമാർക്ക് പദവി കൊടുക്കുന്ന എത്ര വലിയ വ്യക്തികളാണ് എങ്കിലും അവർ ശാപത്തിന്റെ ഉടമകളാണ്. എത്ര വഅദ് പറയുന്ന മുസ്ലിയാരാണെങ്കിലും ഉമ്മയെക്കാളും ഭാര്യമാർക്ക് പദവി കൊടുക്കുന്ന ആ മനുഷ്യൻ ശാപത്തിന്റെ ഉടമകളാണ്. ഖാല റസൂലുള്ളാഹി. എന്താണ് നാട്ടുകാരെ, നമ്മുടെ ഉമ്മാനെ കുറിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്? ഉമ്മയെക്കാളും ഭാര്യമാർക്ക് പദവി കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ബാപ്പയെക്കാളും ഭാര്യമാർക്ക് വീട്ടിൽ സ്ഥാനം കൊടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചുള്ള രംഗമാണ്. അല്ലാഹു തആല കാക്കട്ടെ. മനുഷ്യ സഹജമായി പ്രായമുള്ള ഉമ്മയും ബാപ്പയും അവർ രണ്ടാം സ്ഥാനത്ത്. വയസ്സ് പ്രായാധിക്യം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. എന്നാലും സ്ഥാനം ഉമ്മാക്ക് തന്നെയാണ്. വീട്ടിലെ രാജാവ് ഉമ്മ തന്നെയാണ്. വീട്ടിലെ രാജാവ് ഉമ്മയും ബാപ്പയുമാണ്. അവർ പോയാലേ അവരെ കുറിച്ചൊക്കെ തിരിയൂ. എന്തോ ആവട്ടെ, സ്വഭാവം മോശമാവട്ടെ നന്നാവട്ടെ, നമ്മുടെ തറവാട്ടിലെ രാജാവ്, നമ്മുടെ കുടുംബത്തിലെ രാജാവ് അത് ബാപ്പയാണ്, ഉമ്മയുമാണ്. മുഹമ്മദ് മുസ്തഫ. നമുക്ക് നല്ല ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉമ്മയും ബാപ്പയും ഉണ്ടോ, അവർ രാജാക്കന്മാരാണ്. അവർ ഉള്ളപ്പോ അറിയില്ല, അവർ പോയാലാണ് അവരെ കുറിച്ച് തിരിയ. നോക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ രംഗം പറയട്ടെ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉമ്മാനെ ഏറ്റി നടന്ന് 60 ദിവസം ഹജ്ജ് ചെയ്തൊരു കുട്ടിയുടെ കഥ പറയുന്നു. നിങ്ങൾ മൂളണമില്ല എല്ലാവരും. ഇന്നലെ പറഞ്ഞിരുന്നു നമ്മള്. ഉമ്മാനെ ഏറ്റി നടന്ന് ഒരു ഹജ്ജ് ചെയ്ത, മാഷാ അല്ലാഹ്. നാട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് മഹബ്ബത്ത് ഏറ്റിത്തെരുമാറാവട്ടെ. പല ആളുകളുടെയും ഉമ്മ ഇന്ന് പള്ളിക്കാട്ടിലാണ്. നമ്മുടെ കോയാക്ക തൊട്ട് നമ്മുടെ സഹോദരങ്ങൾ പല രാജ്യത്ത് ഈ സദസ്സിൽ സ്റ്റേജിലും ഈ ഭാഗത്തുമുള്ള പല ആളുകളിലും ബാപ്പ പള്ളിപ്പറമ്പിലുള്ളവരുണ്ട്, ഉമ്മ പള്ളിപ്പറമ്പിൽ കിടക്കുന്നവരുണ്ട്, ഉമ്മയും ബാപ്പയും പള്ളിക്കാട്ടിൽ കിടക്കുന്നവരുണ്ട്. മാത്രമല്ല അവർ പള്ളിക്കാട്ടിൽ കിടക്കുന്നത് പോലെ രോഗികളായി ഒന്നിനും പറ്റാത്ത വിധത്തിൽ ബാപ്പയൊന്ന് മരിച്ചെങ്കിൽ, ഞാൻ 2 ദിവസം ഒരു സ്ഥലത്ത് വഅദിന് പോയപ്പോ ഉമ്മ മരിക്കലാണ് ഖൈറെങ്കിൽ ഉമ്മ മരിക്കാൻ ദ്വാരക്കണം എന്നൊരു ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, എടോ മോനെ, അത് പറയരുത്. നമ്മുടെ ഉമ്മാന്റെ കണ്ണടഞ്ഞാൽ, നമ്മുടെ ഉമ്മയുടെ കണ്ണടഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ഉമ്മാനെ തിരിയാ. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഉമ്മാന്റെ കിടപ്പ് കണ്ട് വീട്ടിലുള്ളവർക്കും ഭാര്യക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു വെറുപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോനെ പറയരുത്. നമ്മുടെ ഉമ്മയുടെ റൂഹെങ്ങാനും പിടിക്കപ്പെട്ടാൽ അന്നാണ് ഉമ്മയെക്കുറിച്ച് തിരിയുന്നത്. അല്ലാഹു മരിച്ചുപോയുടെ ഖബറുകളെ പ്രകാശിപ്പിക്കട്ടെ. ഈ സദസ്സിൽ ആരുടെയൊക്കെ ഉമ്മയും ബാപ്പയും പള്ളിക്കാട്ടിൽ കിടക്കുന്നുവോ, പടച്ചവനെ അവിടെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. നാട്ടുകാരെ, ഒരു ഉമ്മയെ ചുമന്നുകൊണ്ട് 60 ദിവസം ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ച മകൻ, അൽഹംദുലില്ലാഹ്, ഉമ്മാനെ ഏറ്റി. യുവാക്കളെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന മനസ്സ്, ഉമ്മാനെ ചുമരിലേറ്റിക്കൊണ്ട് നേരെ പുറപ്പെട്ടു മത്താഫിലേക്ക്. എന്നിട്ട് ഉമ്മയെ ഏറ്റിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്യുകയാണ്. പഴയ ഉസ്താദുമാർ പഴയ കാലത്ത് മിനയിൽ വെച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു ഉമ്മാനെ ഏറ്റി നടന്ന് ഹജ്ജ് ചെയ്ത മകന്റെ കഥ എന്റെ ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വിനീതനായ ഞാനടക്കമുള്ളവരും മിനയിൽ വെച്ച് ഹാജിമാർക്ക് ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോ ഒരു മകന്റെ ഹജ്ജ് യാത്ര ഈ വിനീതനും ക്ലാസ് എടുക്കാറുണ്ട്. ഉമ്മാനെ ഏറ്റിക്കൊണ്ട് ഹജ്ജ് ചെയ്ത ഒരു കുട്ടിയുടെ കഥ. നാട്ടുകാരെ, ഞാനൊരു 2-3 മിനിറ്റിൽ ഒതുക്കുകയാണ്. ആ സംഭവം 2.5-3 മണിക്കൂർ ഹജ്ജ് ക്ലാസ്സിൽ വെച്ച് പറയുന്നതാണ്. ഞാൻ ഈ വേദി അതിന് പറ്റിയ വേദിയല്ല. നമ്മുടെ മജ്ലിസിന് സമയമുണ്ട്,
കൃത്യ ടൈമിൽ നമ്മുടെ വഅദ് നിർത്തും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറയുന്നത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ ഒതുക്കുകയാണ്. സാധുവായ ഉമ്മയെ ചുമന്ന് നേരെ മത്താഫിലെത്തി ഉമ്മാനെ ഏറ്റിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്യുന്നു. ദീനിന്റെ പടയാളികളെ, സാധുവായ ഉമ്മയെ ചുമന്ന് തവാഫ് ചെയ്ത് ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സാധുവായ ഉമ്മയെ, പാവപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ട് വീണ്ടും സഫാ കുന്നിൻ മുകളിലേക്ക് പോകുന്നു. സഫാ കുന്നിൻ മുകളിൽ പോകുന്നു. സഫയിൽ നിന്ന് മറുവ വരെ, മറുവയിൽ നിന്ന് സഫ വരെ, വീണ്ടും സഫയിൽ നിന്ന് മറുവ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ അതിൽ മാറ്റം മാറിപ്പോകുന്നു. നേരെ ദുൽഹിജ്ജ 9 പോകാം. ദുൽഹിജ്ജ 9 സാധുവായ ഉമ്മയെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. സാധുവായ പാവപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ട് തൽബിയത്ത് ചൊല്ലി ഒരു മകനാണ് നടക്കുന്നത് അറഫാ ലോകത്തേക്ക്. 16-15 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആ അറഫയിലേക്ക് ഉമ്മയെ ചുമന്നു നടക്കുന്നു. എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ട് തൽബിയത്ത് ചൊല്ലി പോകുമ്പോൾ കാണുന്നവരൊക്കെ കരയുകയാണ്. കാണുന്നവർ ഒരു ഉമ്മയെ ചുമന്ന് നടക്കുന്ന മകനെ കണ്ട് കരയുന്നു. ഉമ്മയോടുള്ള സ്നേഹം കണ്ട കാഴ്ച അത് കണ്ടുകൊണ്ടാണ് കരയുന്നത്. ഖുലീ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഉമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറയൂ ഉമ്മ. ആ ഉമ്മച്ച മറുപടി പറയുന്നില്ല. ഖുലീ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഉമ്മ തൽബിയത്ത് ചൊല്ലുമ്മ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. എന്താണ് ആ ഉമ്മ ചെയ്തതെന്നറിയോ? സാധുവായ മകന്റെ മുഖത്ത് നോക്കി, തോളിലിരിക്കുന്ന ഉമ്മ, ചുമലിലിരിക്കുന്ന ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ മകന്റെ മുഖത്ത് നോക്കി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ബിനി, എന്റെ പൊന്നുമോന് പുറത്തു കൊടുക്കണേ അല്ലാ, ലാ തുഅദ്ദിബ് ബിനി, എന്റെ മോനെ നീ ശിക്ഷിക്കരുത്, എന്റെ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ലാ. ഒരു ഉമ്മയുടെ ദുആ. സാധുവായ ഉമ്മയുടെ ഉമ്മ ഖുലീ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഉമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഉമ്മ തൽബിയത്ത് ചൊല്ലുന്നില്ല, മകന് വേണ്ടി ദ്വാരക്കുന്നു. ഉമ്മ ചൊല്ലും ഉമ്മ. അപ്പോഴും ഉമ്മ ദ്വാരക്കുന്നത് എന്റെ മോൻക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, എന്റെ പൊന്നുമോൾ നീട്ടുന്ന കരങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരു മകന്റെ ഉമ്മയുടെ ദുആ. നാട്ടുകാരെ അറഫയിലെത്തി ഉമ്മാനെ ഇറക്കി വെച്ചു. ഈ മകൻ നേരെ ഖിബലയിലേക്ക് അങ്ങ് തിരിഞ്ഞിരുന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അറഫാ മണ്ണിൽ ഉമ്മാനെ ഇറക്കി വെച്ച് ഉപ്പാക്ക് വേണ്ടി ഒരൊറ്റ ദുആ 3 പ്രാവശ്യം. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പയുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇതങ്ങ് ദുആ ചെയ്യുന്നത് ഉമ്മ കേട്ടപ്പോ ഫബക്കത്ത് ബുക്കാഅം മദീദാ. ഉമ്മ അങ്ങ് കരഞ്ഞു, നീണ്ട കരച്ചിൽ. ഉമ്മ അങ്ങ് കരഞ്ഞു നാട്ടുകാരെ, നീണ്ട കരച്ചിൽ. ആ കരച്ചിൽ കണ്ടപ്പോ ഈ മകൻ ഖിബലയിൽ നിന്ന് ഉമ്മയുടെ ചാരത്തേക്ക് തിരിഞ്ഞിരുന്ന് ആ ഉമ്മയുടെ കണ്ണീരങ്ങ് വടിച്ചു കൊടുത്തു. ഉമ്മ, എന്റെ ചിരിയും കളിയന്റെ സാധുവായ പാവപ്പെട്ട എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തത് ഉമ്മാക്ക് വല്ല വിഷമമായോ? എന്റെ പൊന്നുമ്മയെ ഏറ്റിക്കൊണ്ട് ചുമന്നുകൊണ്ട് ഞാൻ അറഫയിലെത്തിച്ചല്ലോ. എന്റെ സാധുവായ പാവപ്പെട്ട എന്റെ പൊന്നു ഉപ്പയെ ഏറ്റിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും എന്റെ ബാപ്പ മരിച്ചു. എന്റെ ഉപ്പ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ബാപ്പ മരിച്ചു. ആ ഉപ്പാനെ അറഫയിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഉമ്മ. ഞാൻ എന്റെ ഉമ്മയെ ഏറ്റിക്കൊണ്ടുവന്നു. ഇവിടെ വച്ച് ഞാൻ എന്റെ ഉപ്പാക്ക് ദുആ ചെയ്തു ആദ്യമായി. അതിലെന്തിനാ ഉമ്മ കരഞ്ഞത്?
പ്രിയപ്പെട്ട മകനെ ഖബ്ബലതുഹു, ആ സാധുവായ ഉമ്മയെ, ഉമ്മ സാധുവായ പൊന്നുമോനെ പ്രിയപ്പെട്ട ഉമ്മ അടച്ചുകൂട്ടിക്കൊണ്ട് ഒരേ യാ ബുനയ്യാ, നിന്റെ സാധുവായ ഉപ്പാക്ക് വേണ്ടി നീ ദുആ ചെയ്തത് ഓർത്തിട്ടല്ല കരഞ്ഞത്, അതിൽ വിഷമിച്ച് ഞാൻ കരഞ്ഞതല്ല. നേരെ മറിച്ച് ഞാനങ്ങ് കരയാനുള്ള കാരണം, ഈ സാധുവായ പാവപ്പെട്ട ഞാൻ അങ്ങ് കരയാനുള്ള കാരണം, നീ നിന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ വലിയ കല്ല് ചുമന്ന് നിന്റെ ബാപ്പ നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു. മാഷാ അല്ലാഹ്. ഈ ഉമ്മ പറയും, മോനെ അന്ന് നീ എൻ്റെ വയറ്റിലാണ്, 7 മാസമായിട്ടുണ്ട്. അന്ന് നിന്റെ ഉപ്പയുടെ ജോലി കല്ല് ചുമക്കുന്ന ജോലിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമ്മ വിവരിക്കുകയാണ്, കരളെ നീ ഇപ്പൊ ഉപ്പാക്ക് ദ്വാരുന്നപ്പോ നിന്റെ ബാപ്പ് ഒരു കല്ല് ചുമന്നിങ്ങനെ നടന്നു പോകുന്നത് എൻ്റെ കണ്ണിലങ്ങ് പതിഞ്ഞു. ഉപ്പാനെ ഓർത്ത് കരഞ്ഞതാണ്. അന്ന് നീ എൻ്റെ വയറ്റിലാണ് മോനെ. നിന്റെ ഉപ്പാക്ക് ഉച്ചഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ഉച്ചഭക്ഷണവുമായി പോയി. നിന്റെ ഉപ്പ വലിയൊരു കല്ല് ചുമക്കുന്നു. നിന്റെ ഉപ്പ വലിയൊരു കല്ല് ചുമക്കുമ്പോ എത്ര കഷ്ടപ്പെട്ട് ചുമന്നാലും അത് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. മോനെ, ഞാൻ 7 മാസം നീ എൻ്റെ വയറ്റിലുണ്ടായിരുന്നെന്ന്. 7-ാം മാസമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഭക്ഷണപാത്രം മാറ്റിവെച്ച്, മോനെ നിന്റെ ഉപ്പ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഞാൻ ഓടിച്ചെന്ന് ഒന്ന് സഹായിക്കാൻ, ഒന്ന് തൊട്ട് കൊടുക്കാൻ. മോനെ, വയറ്റിലുള്ള എനിക്ക് പൊക്കാനൊന്നും കഴിയൂല, അവൻ തൊട്ട് കൊടുക്കാൻ വേണ്ടി പോയി. ഞാൻ ആ കല്ലൊന്ന് തൊട്ടപ്പോ നിന്റെ ബാപ്പ എടീ മാറിരിക്ക്, എൻ്റെ ഒരു ചോരപ്പൈതനെയും ചുമന്നിട്ടല്ലേ, എൻ്റെ ഒരു ചോരക്കുഞ്ഞിനെയും ചുമന്നിട്ടല്ലേ നീ നടക്കുന്നത്, മാറിരിക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാധുവായ ഞാന് നിന്റെ ഉപ്പ എന്നെ മാറ്റിരുത്തി. തൊടാൻ സമ്മതിച്ചില്ല മോനെ, ആ കല്ല് തൊടാൻ സമ്മതിച്ചില്ല. ഞാൻ അപ്പുറത്തിരുന്നു. നിന്റെ ഉപ്പ കഷ്ടപ്പെട്ട് ആ കല്ല് മെല്ലെ ചുമന്നു. എന്നിട്ട് ആ കല്ല് മോനെ ഏറ്റിപ്പോകുന്നത്. ആ കല്ല് ചുമന്നുകൊണ്ടാണ് എന്നെയും നിന്നെയും നിന്റെ ബാപ്പ വളർത്തിയത്. ആ കല്ല് ചുമന്നുകൊണ്ടാണ് മോനെ എന്നെയും നിന്നെയും നിന്റെ ബാപ്പ വളർത്തിയത്. നീ അറഫാ മണ്ണിൽ വിശുദ്ധമായ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ വന്ന ഉടനെ നിന്റെ ഉപ്പാക്ക് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. മോനെ, എന്നെ നീ മറന്നാലും ജീവിതത്തിൽ നിന്റെ ഉപ്പാനെ മറക്കരുത്. എന്നെ മറന്നോ, നിന്റെ ഉപ്പാനെ നീ മറക്കരുത്. ഇത് ഉമ്മ പറഞ്ഞ് 3-4 നസീഹത്തുകൾ അറഫയിൽ വെച്ച് മകന് ഉപ്പയെ കുറിച്ച് നൽകുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം പാളിപ്പോവും. അങ്ങനെ എൻ്റെ നാട്ടുകാരെ, അതെല്ലാം മാറ്റിവെച്ച് ഞാൻ നേരെ അവസാനത്തേക്ക് നീട്ടുന്നു. അറഫ വീണ്ടും ഉമ്മയെ ചുമന്നു മകൻ. മിന, മുസ്ദലിഫ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. അവസാനം അൽഹംദുലില്ലാഹ് നാട്ടുകാരെ, ഹജ്ജ് കഴിയുന്ന വിടവാങ്ങൽ തവാഫ്. സാധുവായ പാവപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ട് തന്നെ ആ പൊന്നുമോൻ തവാഫ് ചെയ്യുന്ന വിടവാങ്ങൽ തവാഫ് അങ്ങ് കഴിഞ്ഞ് ഉമ്മയെ ഇറക്കി വെക്കുന്നു. ഉമ്മയെ ചുമന്നുകൊണ്ട് തന്നെയാണ് തവാഫ് ചെയ്യുന്നത്. ഉമ്മാനെ ഇറക്കി വെച്ച് വിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ല് പിടിച്ച്, പവിത്രമായ കല്ല് പിടിച്ചുകൊണ്ട് യാ റബ്ബൽ ആലമീൻ, ഓ പൊന്നുമോന്റെ ദുആ, എന്റെ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമ്മയെ ആ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് ഈ പ്രിയപ്പെട്ട മകനങ്ങ് ദുആ ചെയ്ത് മടങ്ങാൻ വേണ്ടി മടങ്ങുന്നു. ഉമ്മയെ വീണ്ടും ചുമക്കാൻ പോകുമ്പോ യാ ബുനയ്യാ തആൽ, മത്താഫിലുള്ള മഹത്തുക്കൾ വിളിക്കുന്നു, മോരെ മൻഹിയാ. ആരാണത് മോരെ? ഹിയ ഉമ്മി. അത് എന്റെ ഉമ്മയാൻ തങ്ങളെ.
60 ദിവസമായി എന്റെ ഉമ്മാനെ ചുമന്നുകൊണ്ടുവന്ന് ഞാൻ അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലത്തും എന്റെ പൊന്നുമ്മയെ ചുമന്നുകൊണ്ട് നടന്ന് ഒരു ഹജ്ജ് ചെയ്യിപ്പിച്ചു. ഒരു സ്ഥലത്തും എന്റെ ഉമ്മാനെ നടത്തിയിട്ടില്ല. എന്റെ ഉമ്മാനെ ചുമന്ന് നടന്ന് ഞാൻ ചുമന്നു കൊണ്ടുപോയി ഹജ്ജ് ചെയ്തു. ബാത്റൂമിന്റെ അരികിൽ കൊണ്ടുപോയി എന്റെ ഉമ്മാനെ ഇറക്കി വെക്കും. തങ്ങളെ, ബാത്റൂമിന്റെ ഉള്ളിൽ സ്ത്രീകളുടേതായതുകൊണ്ട് എനിക്ക് പ്രവേശനമില്ല. അല്ല എങ്കിൽ എന്റെ ഉമ്മാനെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് ഞാൻ ഏറ്റിക്കൊണ്ടുപോകും. ഞാൻ എന്റെ ഉമ്മയെ പുറത്തു കൊണ്ടുപോയി വെച്ചു. ആ നിലക്ക് എന്റെ സാധുവായ പാവപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ട്, സാധുവായ ഉമ്മയെ ചുമന്ന് ഒരു ഹജ്ജ് ഞാൻ ചെയ്തു. അൽഹംദുലില്ലാഹ്. യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യാ ഇമാമൽ മുത്തഖീൻ, യാ ഇമാമൽ മുത്തഖീൻ. തങ്ങളെ ഖാലൽ ജലീലു ഖുദു യാ മലായികതി മുറൂബി അബ്ദി ഇലൽ നിറാനി അത്ശാനാ. എന്റെ മലക്കുകളെ, ആ കാണുന്ന മനുഷ്യരെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയണം. ദാഹിച്ച് ദാഹിച്ച് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ കൊടുത്തു പോകരുതേ എന്ന് പറയുന്നൊരു സമയമുണ്ടല്ലോ. അത് വല്ലാത്ത രംഗമാണ്. കോടാനക്കോടി അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ, അതിന്റെ ചൂട് തട്ടാൻ കഴിയാതെ ഇപ്പോഴും നാം എന്തൊക്കെയാ ചെയ്യുന്നത്? ആ സൂര്യനാണൊരു ചാൺ മുകളിൽ നിൽക്കുന്നത്. ആ സൂര്യന്റെ ചൂട് കാരണമായി നമ്മെ പടച്ച, ലോകത്തെ പടച്ച അല്ലാഹുവിനെ വിളിച്ച് നരകത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇതെന്തൊരു രംഗമാണ്! ആ സമയത്താണ് ഇതെന്തൊരു രംഗമാണെന്ന് പറയുമ്പോൾ ചില ആളുകളെ നരകത്തിലേക്ക് വലിച്ചെടുക്കും, ചില ആളുകളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞുകൂടെ? ഒരു ഉമ്മയെ 60 ദിവസം ഏറ്റി നടന്ന് ഒരു ഹജ്ജ് ചെയ്ത കുട്ടിയാണ് ഞാൻ. ഉമ്മാനെ 60 ദിവസം ഏറ്റിക്കൊണ്ട് നടന്ന് ഹജ്ജ് ചെയ്യിപ്പിച്ചൊരു മോനാണ്. ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടുകൂടെയോ? ലാ യാ ശബാബ്, ലാ യാ ശബാബ്. മോനെ, 60 ദിവസമല്ല, നീ 60 കൊല്ലം നിന്റെ ഉപ്പാനെ ഏറ്റി നടന്നാലും, നിന്റെ ഉമ്മയെ ഏറ്റിക്കൊണ്ട് നടന്നാലും, നീ 60 കൊല്ലം ഏറ്റി നടന്നാലും ഒരു ചെറിയ നന്മ ചെയ്തു എന്ന് പറയാൻ നിനക്ക് സാധ്യമല്ല മോനെ. മുഹമ്മദുർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് പറഞ്ഞ ആശയമാണ് ആ മഹത്തുക്കൾ പറയുന്നത്. നീ 60 ദിവസമല്ല 60 കൊല്ലം ഏറ്റി നടന്നാലും ഞാൻ എന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു എന്ന് പറയാനാവില്ലടോ. ലാ യാ ശബാബ്. കാരണം മോനെ, മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നിന്റെ ശരീരത്തിലെ 20ഓളം നരമ്പുകളെ നീ വലിച്ചെടുത്താൽ, കരളെ 20ഓളം നരമ്പുകളെ നീ വലിച്ചെടുത്താൽ, നിന്റെ ശരീരത്തിലെ 20ഓളം നരമ്പുകളെ ഞാൻ വലിച്ചെടുത്താൽ നിന്റെ വേദന എത്രയായിരിക്കും? മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നിന്റെ നെഞ്ചിലുള്ള, മാറിടത്തിലുള്ള എല്ലുകൾ കൊത്തിമുറിച്ച അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം നൽകുമാറാവട്ടെ. കണ്ടോ നിങ്ങൾ? ആ മഹാൻ മത്താഫിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്, മോനെ, നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊത്തി മുറിച്ചു കടഞ്ഞാൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. മോനെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന ആ സമയത്ത് നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ച വേദന, നീ 60 കൊല്ലം ഉമ്മാനെ ഏറ്റി നടന്നാലും നിന്റെ ഉമ്മ സഹിച്ച വേദനയിൽ 1% നീ സഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. മോനെ, എന്തു പറഞ്ഞാലും, ഭാര്യ എന്തു പറഞ്ഞാലും, നിന്റെ കുടുംബത്തിൽ ആരെന്തു പറഞ്ഞാലും,
പാവമാണ് ആ ഉമ്മ, നിന്റെ ഉപ്പ പാവമാണ്, സാധുക്കളാണ്. ആ പാവങ്ങളെ കൈയൊടിക്കരുതേ മോനെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആശയം മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പ്രസംഗം നിർത്താൻ സമയമായി കൊണ്ടിരിക്കുകയാണ്. നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ചൊല്ലു നാട്ടുകാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി. 30ഓളം വരുന്ന ഹദീസുകൾ. പക്ഷേ സമയം പാളിപ്പോയി, സമയം നഷ്ടപ്പെട്ടു പോയി. നാളെ നമുക്ക് വേറെയാ പറയാനുള്ളത്. നാട്ടുകാരെ, 30 ഹദീസ് റസൂലുള്ളാഹിരാണ് സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറയുന്നു ഉമ്മയും ബാപ്പയുമാരാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞ ചില വാചകങ്ങൾ, അതിൽ ഒന്ന് ഞാൻ പറയട്ടെ. റസൂലുള്ള പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിവരിക്കുകയാണ്, ഉപ്പാപ്പ പറഞ്ഞ വാചകങ്ങൾ എടുത്തുകൊണ്ട്, ഖുബ്ലത്തുൽ വാലിദി ഇബാദ. ആരെങ്കിലും ഉമ്മയോട് വല്ല വിഷമമുള്ളവരുണ്ടോ? ബാപ്പയോട് വല്ല പിണക്കമുള്ളവരുണ്ടോ? പെറ്റ ഉമ്മയോട് പിണക്കമുള്ളവരുണ്ടോ? മോനെ, ചെന്നുകൊണ്ടൊരു ചുംബനം കൊടുക്കും ഉമ്മാന്റെ മുഖത്ത്. ഉമ്മ ചുംബനം കൊടുക്കണം. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യനോട് മോനെ, ശരീരത്തിലെ മുന്നിന്റെ മാംസം ഉമ്മ മുറിച്ചു കളഞ്ഞാലും കടപ്പാട് തീരില്ല ഉമ്മയോട്. അത് കേട്ട ഉടനെ ആ മോൻ ഓടിച്ചെന്നിട്ട് ഉമ്മ ഇരിക്കുന്നു കസേരയിൽ. ഉമ്മ ഇരിക്കുമ്പോ അവനെ കാണുമ്പോ ഉമ്മാക്കൊരു വിഷമം. കാരണം ഉമ്മാനെ വല്ലാതെ ചീത്ത പറഞ്ഞ മോനാണ്. പക്ഷേ ഉമ്മ ഇരിക്കുന്ന സമയത്ത് അവൻ മെല്ലെ ചെന്നു. ഉമ്മാന്റെ അടുത്ത് നോക്കുമ്പോ ഉമ്മാന്റെ കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട്. ഉമ്മാനെ ചീത്ത പറഞ്ഞ മകനാണ്. പക്ഷെ അടുത്ത് ചെന്ന് ഉമ്മാന്റെ 2 കാലങ്ങ് പിടിച്ചു. ആ കാലിന്റെ ആ വിരലുകൾ മുത്തം വെച്ചു. പാവപ്പെട്ട ഉമ്മയുടെ കാല് ചുംബിച്ചു. ഉമ്മ, പൊരുത്തപ്പെട്ടു തരണം. ഉമ്മ, ഞാനൊരു പാവമാണ്, ഉമ്മാന്റെ മോനാണ്. ഉമ്മ, എനിക്ക് പൊരുത്തപ്പെട്ടതാ. ആ സാധുവായ ഉമ്മ കണ്ണീരൊടുക്കിക്കൊണ്ട് അടച്ചുകൂട്ടുന്നു. മോനെ, കുട്ടിയോട് എനിക്കൊന്നുമില്ല മോനെ, നിന്നോട് എനിക്കൊന്നുമില്ല. യുവാക്കളെ, നമ്മുടെ ഉമ്മ പാവമാണ്. എന്ത് പറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഒന്ന് പോയി പിടിച്ചോട് ഉമ്മാനെ. ഖുബ്ലത്തുൽ വാലിദി, ഉമ്മാന്റെ കവളത്ത് മുത്തം കൊടുക്കുന്നത് ഇബാദത്താണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി മുഖേന പണ്ഡിത ലോകം വിവരിക്കുകയാണ്. മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ആരെങ്കിലും ഉമ്മയുടെ 2 കണ്ണിന്റെ ഇടയിൽ ഉമ്മയുടെ മുൻഭാഗത്ത്, ആ മുഖത്ത് ആരെങ്കിലും ഒരു മുത്തം കൊടുത്താൽ കാന ലഹു സിത്റം മിനന്നാർ. ഇസ്ലാമിന്റെ പടയാളികളെ, ദീനിന്റെ ചുറുചുറുക്കുള്ള യുവാക്കളെ, അമ്മായി പോരുകൊണ്ടും നമ്മുടെ ഭാര്യയുടെ വാക്കുകൊണ്ടും ഉമ്മ കാണിക്കുന്ന കടുപ്പം കാരണവും ആ ഉമ്മയോട് അലർജി വന്നല്ലോ. എന്റെ അനുജാ, സാധുക്കളാണ് നമ്മൾ. പറ്റിപ്പോയി, ശൈത്താൻ പഠിപ്പിക്കുന്നു. പക്ഷേ മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി, ഉമ്മാന്റെ 2 കണ്ണിന്റെ മുൻഭാഗത്ത് ആരെങ്കിലും ഒരു മുത്തം കൊടുത്താൽ കാന ലഹു സിത്റം മിനന്നാർ, അല്ലാഹു തആല അവനെ നരകത്തിലില്ല. ഖാല റസൂലുള്ളാഹി. ചൊല്ലു നാട്ടുകാരെ, മുഹമ്മദ് മുസ്തഫ. ഉമ്മയും ബാപ്പയും വല്ലാത്ത മുത്തുകളാണ്. ഒരു രോമൊക്കെ നരച്ച ബാപ്പുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ പൂച്ചെണ്ടുകൾ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നുമില്ലേ, എത്ര കടുപ്പം. നമ്മൾ അവരോടൊന്നും ചെയ്യാൻ പോകണ്ട, നമ്മൾ വിട്ടു നിൽക്കുക. നമ്മൾ അവരോടൊന്നും കടുപ്പം കാണിക്കാൻ പോകരുത്. നമ്മൾ അവരെ കുറിച്ചൊന്നും പറയണ്ട. എന്തോ ആവട്ടെ, പ്രായാധിക്യം കൊണ്ട് സ്വഭാവത്തിൽ കോട്ടം വരും. ബാപ്പയുടെ സ്വഭാവം മോശമാകും, ഉമ്മയുടെ സ്വഭാവം മോശമാകും. എന്തായാലും ശരി, സാധുക്കളാണ്, പാവങ്ങളാണ്. നമ്മൾ അകന്ന് എന്ന് പറഞ്ഞാൽ ആ രംഗം വരുമ്പോ ഒന്ന് മാറി നിൽക്കുക. അവരോട് അങ്ങോട്ട് പറയാനോ ചീത്ത വിളിക്കാനോ പോകരുത്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുന്നാസ് ഖാല റജുലുൻ, ഒരു കുട്ടി ഓടി വന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അയ്യുന്നാസി അഹബ്ബു മിന്നി ബിഹുസ്നി സുഹ്ബാ, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ സുഹബത്ത് നടത്താൻ ആരോടാണ്? മോനെ, ഉമ്മ ഉപ്പ. ഖാല റസൂലുള്ളാഹി
മദീന പള്ളിയിൽ ആയിരക്കണക്കായ സ്വഹാബികൾ തടിച്ചുകൂടി നിൽക്കുന്ന സമയമാണ്. ആയിരക്കണക്കായ സ്വഹാബത്തിന്റെ മുന്നിൽ റസൂലുള്ള വഅ്ള് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഅ്ള് കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മൾ. ആ മുഖമൊന്ന് കാണാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. എന്റെ പ്രസംഗം നിർത്താൻ പോകുന്നു. ഈമാനുള്ള ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബാണ് മദീന പള്ളിയെ അമ്പരപ്പിച്ചുകൊണ്ട്, അവിടെ കൂടിയ ആയിരങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് റസൂലുള്ള പറയുന്നു, സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ആർക്കാണ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? എല്ലാവരും പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, നഅം യാ റസൂലല്ലാഹ്. ആശയുണ്ട് തങ്ങളെ, ആശയുണ്ട് നബിയേ. സ്വഹാബികളെ, എന്റെ നാട് കാണാൻ മക്കത്തുൽ മുക്കറമ, ആദം നബി തൊട്ട് മുഴുവൻ നബിമാരും കാലുകുത്തിയ ഒരു ദിവസം ആയിരക്കണക്കായ മലായിക്കത്ത് വന്നിറങ്ങുന്ന മക്കത്തുൽ മുക്കറമ, ആ മക്ക കാണാൻ ഞാനും എൻ്റെ ഖദീജയും 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ച വീട് കാണാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് 5 കൊല്ലം നടന്ന ആ വീടൊന്ന് കാണാൻ ആർക്കാണ് ആഗ്രഹമുള്ളത്? മദീനക്കാരായ സ്വഹാബികൾ നഅം യാ റസൂലല്ലാഹ്, ആഗ്രഹമുണ്ട് നബിയേ. ഇത് പറയുന്ന സമയം പാവപ്പെട്ടൊരു മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ കുട്ടികളെ പോലെ കരയുന്നു, കുട്ടികളെ പോലെ കരയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി പ്രായമുള്ളവരോട് വലിയ ആദരവ് കാണിക്കുന്ന റസൂലുള്ളാഹി വയസ്സായൊരു ഉപ്പയുടെ കരച്ചിൽ കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്റെ വീടും നാടും കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആ സാധുവായ മനുഷ്യന്റെ മറുപടി, ഉണ്ട് നബിയേ, ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ കഅബ കാണൂല നബിയേ, ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഖദീജ ഉമ്മയും മറ്റുമൊക്കെ ജീവിച്ച വീട് കാണൂല നബിയേ. അല്ലാഹു തആല ഒരു ആൺകുഞ്ഞിനെ എനിക്ക് നൽകിയിട്ടില്ല, അല്ലാഹു എനിക്ക് പെൺമക്കളെ നൽകി. വൈകുന്നേരം വരെ കല്ല് ചുമക്കും, കിട്ടുന്നത് കൊണ്ട് എൻ്റെ മക്കളെ പോറ്റും. അങ്ങോട്ട് പോകാൻ 500ഓളം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആ കഅബാലയം കാണാൻ പോകാനുള്ള വാഹനം എൻ്റെ കയ്യിലില്ല, മറ്റുള്ളവരുടെ വാഹനത്തിൽ പോകാൻ എനിക്കൊട്ട് കാശുമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആ മക്ക കാണില്ല നബിയേ. റസൂലുള്ള പറഞ്ഞു, സ്വഹാബികളെ, ഒരു രൂപ പോലും ചെലവഴിക്കാത്ത വിധത്തിൽ, ഒരു രൂപ പോലും, ഒരു ദിർഹം പോലും ചെലവഴിക്കാത്ത വിധത്തിൽ ആർക്കാണ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? യാ സ്വഹാബാ, യാ സ്വഹാബാ, സ്വഹാബികളെ, 10 പൈസ മുടക്കാത്ത വിധത്തിൽ ആർക്കാണ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ആ വൃദ്ധനായ മനുഷ്യൻ റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നബിയേ, കാശിന്റെ കുറവേ എനിക്കുള്ളൂ, നടന്നിട്ടാണോ പോകുന്നത്? ഞാൻ അവിടുത്തെ കൂടെ വരും. റസൂലുള്ള പറഞ്ഞു, സ്വഹാബികളെ, മാമിൽ ബലദിൽ യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തൽ മബ്റൂറ. സ്വഹാബികളെ, യാ അഹ്ലൽ മദീന, യാ അഹ്ലൽ മദീന, യാ അഹ്ലൽ മദീന, മദീനക്കാരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സാധുവായ പാവപ്പെട്ട ഉമ്മയുടെ മുഖത്ത്, ബാപ്പയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കി സന്തോഷിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മ. സ്വഹാബികളെ, ഒരു കുട്ടിയെങ്ങാനും ഉമ്മയുടെ മുഖത്ത്, ബാപ്പയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കി ഉമ്മ എന്ന് വിളിച്ചാൽ, റഹ്മത്തിന്റെ നോട്ടം നോക്കി ഉപ്പ എന്ന് വിളിച്ചാൽ,
ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജതൻ മബ്റൂറാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ചൊല്ലൂ ഖാല റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്ന മക്കൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഈ ശബ്ദമങ്ങ് കേൾക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുന്നു. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഉപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കിയാലോ, എന്റെ ഉമ്മയുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ. റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് 10 വയസ്സുള്ള സമയത്ത് എന്റെ ബാപ്പ ഈത്തപ്പഴത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. എന്റെ ബാപ്പയുടെ കഷ്ടപ്പാട് ഞാൻ കണ്ടിരുന്നു നബിയേ. അന്നെനിക്ക് 10 വയസ്സാണ്. ഞാൻ എന്റെ ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി കളിക്കും. പലപ്പോഴും എന്റെ ഉമ്മ പറയും, മോനെ, നീ ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി നീ എന്തിനാണടാ കളിക്കുന്നത്? സത്യമാണ് നബിയേ, സത്യമാണ് നബിയേ. എന്റെ ഉമ്മ എന്നെ കളിയാക്കുമ്പോ ഹക്കാണ് തങ്ങളെ, എന്റെ ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി കളിക്കുന്നത് രാവിലെ 10 മണിക്ക് എന്റെ ഉപ്പാക്കൊരു ഗ്ലാസ് കഹ്വ കിട്ടിയാൽ, ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ എന്റെ ഉപ്പ അല്പം കുടിച്ചുകൊണ്ട് എന്റെ ബാപ്പ മോനെ എന്ന് വിളിക്കും. ഞാൻ അടുത്തു പോയിരിക്കും. എന്റെ ബാപ്പ മുഴുവനും എനിക്ക് നൽകും. ഞാനത് കുടിക്കും. എന്റെ ഉപ്പാക്ക് ഉച്ചഭക്ഷണം കിട്ടിയാൽ എന്റെ ബാപ്പ എന്നെ വിളിച്ച് എന്റെ ഉപ്പ എന്നെ അടുത്തിരുത്തി എന്റെ ഉപ്പ മുഴുവനും കടിക്കാൻ പറയും. ഞാൻ വയറു നിറയോളം കടിക്കും. മതി ഉപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ കടിച്ചതിന്റെ ബാക്കി എന്റെ ഉപ്പ കടിക്കും. ആ സാധുവായ ഉപ്പ ഇന്ന് സുഖമില്ലാതെ കിടക്കുന്നു നബിയേ. എന്റെ ഉപ്പ പാവമാണ്. ജുമുഅക്ക് പോലും വരാൻ വയ്യ. ഇന്ന് പള്ളിയിലേക്ക് പോലും വരാൻ കഴിയാതെ എന്റെ ഉപ്പ കിടക്കുന്നു. ഞാൻ അങ്ങ് ഓടിച്ചെന്ന് ആ ഉപ്പയുടെ കവളത്തൊരു മുത്തം കൊടുത്ത് 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഖാല റസൂലുള്ളാഹി. ചൊല്ലു മുസ്ലിമീങ്ങളെ, ഖാല റസൂലുള്ളാഹി. ബാപ്പയുടെ മുഖത്ത് 1 പ്രാവശ്യം നോക്കിയാൽ, ഉമ്മയുടെ മുഖത്ത് 1 പ്രാവശ്യം നോക്കി സന്തോഷിപ്പിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. 100 പ്രാവശ്യം നോക്കിയാലോ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം. മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടപ്പോ വേറെ സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, ഉമ്മയും ബാപ്പയും മോശാണെങ്കിൽ, അടുത്തടുത്ത് കല്യാണം കഴിച്ച ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് തോന്നും, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി സലാം ഉസ്താദേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഉമ്മ കാണിക്കുന്ന കടുപ്പങ്ങൾക്ക് അറിയാം. എൻ്റെ ഉമ്മ കാണിക്കുന്ന നേരത്തെ അമ്മായിപ്പോരുണ്ടല്ല, ഞാൻ കുറച്ച് കടുപ്പത്തിൽ പറയാൻ വിചാരിച്ചു, പിന്നെ അങ്ങനെ സമയമില്ല എന്ന് കണ്ടപ്പോൾ അങ്ങ് കുറച്ചതാ. ഇപ്പം ഹജ്ജ് ക്ലാസ് എടുക്കാൻ പോവുക. ഒരു 19-20 വർഷം എൻ്റെ ഓർമ്മയിൽ ഹജ്ജ് ക്ലാസ് എടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഓരോ വർഷം ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ ആദ്യത്തെ ഹജ്ജ് ക്ലാസ് കഴിഞ്ഞ കൊല്ലം നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഞാൻ എടുത്തത് അങ്ങനെ, ഇക്കൊല്ലം തുടങ്ങാൻ പോവുക. ഇപ്പോൾ ഹജ്ജ് ക്ലാസ് തുടങ്ങുന്നത് അടുത്ത നമ്മുടെ ഈ പരിപാടി കഴിയട്ടെ വിചാരിക്കുക. ഹജ്ജ് ക്ലാസ് തുടങ്ങുന്ന എങ്ങനെയോ ആദ്യത്തെ ഹജ്ജ് ക്ലാസ് അമ്മായിപ്പോരായിരിക്കും. ക്ലാസ് ഹജ്ജ് ക്ലാസ്സാ, വിഷയം അമ്മായിപ്പോരാ. അങ്ങനെയാണത്. ഒരമ്മായിമ്മ ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടാൽ മരുമക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും. മരുമക്കളെ സന്തോഷം എന്താ? നിങ്ങൾ മെല്ലെ ഒന്ന് ചൊടിഞ്ഞറിഞ്ഞു നോക്കി. മരുവളാണ് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു 4 ഭാഗത്തേക്ക്. മെല്ലെ ചോദിച്ചാൽ മതി, എന്തടോ? അപ്പൊ മരുവള് പറയും, ഒന്നുമില്ല ഉസ്താദേ, എൻ്റെ അമ്മായിമ്മ ഹജ്ജിന് പോവുക, അങ്ങനെങ്കിലും 4 ദിവസം സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാലോ. ഒരമ്മായിമ്മ ഹജ്ജിന് പോയിട്ടെങ്കിലും ഉമ്മമാരെ നിങ്ങളാരും വെറുക്കണ്ട, നിങ്ങളെ കടുപ്പം കുറച്ചൊന്നും അല്ലട്ടാ, നിങ്ങളെ കടുപ്പം കുറച്ചൊന്നും അല്ല. അപ്പോ ഒരമ്മായിമ്മ ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടാ എത്രയോ മരുമക്കൾ സന്തോഷിക്കുന്നുണ്ട്. വല്ലപ്പോഴും അമ്മായിമ്മ മരിച്ചു എന്ന് കേട്ടാലേ അൽഹംദുലില്ലാ പറയുന്ന എത്ര മരുമക്കളുണ്ട് അറിയാം. അതൊക്കെ ഈ വിഷയ, ഈ പോര്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഉമ്മാനോട് വെറുപ്പ് വന്നു. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇത്രയും പദവിയുള്ളൊരു ഉമ്മാനോട് മക്കൾക്ക് വെറുപ്പ് വന്നത് ഈ പോര് കാരണല്ലേ. ഈ ഭാര്യയും ഉമ്മയും തമ്മിലെ ഈ പ്രശ്നം, അത് മഹബത്ത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ,
ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ റസൂലുള്ള പറഞ്ഞു അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടുണ്ട്. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തെ ഒന്ന് ബാപ്പയുമാണ്. ചൊല്ലൂ ഖാല റസൂലുള്ളാഹി. ഒരു ഭാര്യ പോയാൽ വേറെ ഭാര്യയെ കിട്ടും, ഒരു പെങ്ങള് പോയാൽ രണ്ടാമത്തെ പെങ്ങളെ കിട്ടും. നമ്മുടെ ഉമ്മ മരിച്ചാൽ അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, മരിച്ചവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. നമ്മുടെ ഉമ്മ പോയാൽ ലോകത്തൊരു ഉമ്മാനെ കിട്ടുമോ? നമ്മുടെ ഉപ്പ പോയാൽ, യുവാക്കളെ, ദീനിന്റെ മക്കളെ, നമ്മുടെ ഉപ്പ പോയാൽ ലോകത്തൊരു ഉപ്പാനെ കാണില്ല. ഉപ്പ ഉള്ളപ്പോ ഉപ്പാൻ അറിയില്ല. നമ്മുടെ ബാപ്പ പോയ ലോകത്തൊരു ഉപ്പയെ കിട്ടില്ല. വിജയം വേണോ, ഖബറിൽ വെളിച്ചം വേണോ, ആഖിറത്തിൽ സന്തോഷം വേണോ, 5 പ്രാവശ്യം ഉമ്മ ഉപ്പ ആ മുത്തുകൾക്ക് ദുആ ചെയ്യണം. എല്ലാ ദിവസവും 5 പ്രാവശ്യം ഈ വഅദ് പറയുന്ന മുസ്ലിയാർ, ഞാൻ ഒരു ദിവസം 5 വട്ടം ഉമ്മ ഉപ്പ അവർക്ക് ദുആ ചെയ്തില്ലെങ്കിൽ ഞാൻ നന്ദികേട് കാണിച്ചവനാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും അവർ കാണണ്ട, അവർ കേൾക്കണ്ട, മാതാപിതാക്കൾക്ക് 5 പ്രാവശ്യം ദുആ ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ നീട്ടുന്ന കരങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കും. മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മർറാത്ത്. 5 പ്രാവശ്യം മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരെക്കാൾ വലിയൊരു വിഭാഗത്തെ ഞാൻ അമ്പിയാക്കളെ മാറ്റിവെച്ച് പറയുന്നു. ഒരു മുത്തുകളെ ലോകത്ത് അല്ലാഹ് നമുക്ക് വേറെ ആരെയും നൽകിയിട്ടില്ല. സാധുക്കളാണ്. എന്തൊക്കെ പറഞ്ഞാലും, പ്രായം കൊണ്ട്, പ്രായാധിക്യം കൊണ്ട് എന്ത് കടുപ്പം കാണിച്ചാലും, അമ്മായി പോരി എന്ന ശൈത്താൻ പോരുകൊണ്ട്, അമ്മായി പോരി എന്ന പിശാച് പോരുകൊണ്ട് എന്ത് കടുപ്പം കാണിക്കേണ്ടി വന്നാലും എൻ്റെ യുവാക്കളെ, ആ മുത്തുകളെ മറക്കരുത്, ആ മുത്തുകളെ കൈയൊടിക്കരുത്, ആ മുത്തുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ശാരീരികമായല്ല ഞാൻ പറയുന്നത്, കൽബിയായി, ഹൃദയപരമായി. ഉമ്മ ഉപ്പ ആ മുത്തുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പാവങ്ങളായ നമ്മുടെ അരികിൽ വല്ലതും വന്നുപോയെങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. സാധുക്കളായ പാവങ്ങളായ നമ്മുടെ ജീവിതം അല്ലാഹു ഖൈറാക്കി തരുമാറാവട്ടെ. സാധുക്കളായ നമ്മോട് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ഈ പ്രശ്നങ്ങൾ കാരണമായി എന്തെങ്കിലുമൊക്കെയുണ്ടോ ആ സാധുക്കൾക്ക് അഫ്വ് ചെയ്തു കൊടുക്കണമെന്നും വെറുപ്പുണ്ടാക്കരുതെന്നും മാത്രമല്ല, ഞാൻ ഈ വഅദ് നിർത്തുമ്പോ അമ്മായി പോര് കാരണം ഇത്രയും മഹത്വമുള്ള ഉമ്മയോ ബാപ്പയോ നമ്മുടെ ഭാര്യയെ കുറിച്ച് എന്ത് നമ്മോട് പറഞ്ഞാലും, ആ പെണ്ണിനെ ആട്ടിവിടെന്ന് പറഞ്ഞാൽ, ഓ ദീനിന്റെ മക്കളെ, ചെയ്തു പോകരുത്, അരുത്, അരുത്. ഉമ്മയും ബാപ്പയും നമ്മുടെ ഭാര്യ പെൺപ്രകൃതിയാണത്, പെൺപ്രകൃതിയാണത്. ഉമ്മ നമ്മുടെ ഭാര്യയെ കുറിച്ച് വല്ലതും പറഞ്ഞ് ആട്ടിവിടാൻ പറഞ്ഞാൽ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കഞ്ഞു മുടക്കരുത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവരുടെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ, ഉമ്മയും ബാപ്പയും എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറയുന്നുണ്ട്. തങ്ങളെ, എൻ്റെ ഭാര്യ പാവമാണ്, ആ പെണ്ണൊരു തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പെണ്ണ്, ആ പെണ്ണ് ഉമ്മാക്കുപ്പാക്ക് എത്രയും നന്മ അവളെ കൊണ്ട് കഴിയുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഉമ്മ തെറ്റിദ്ധരിച്ചു, ബാപ്പിയും തെറ്റിദ്ധരിച്ചു, അവളെ വേണ്ട, അവളെ ഒഴിവാക്കാൻ പറയുന്നു. തങ്ങളെ, ഞാൻ എന്ത് ചെയ്യണം? ലാ തുതല്ലിഖ്ഹാ, ലാ തുതല്ലിഖ്ഹാ, ലാ തുതല്ലിഖ്ഹാ. 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ് പറയുന്നത്, മോനെ, ഉമ്മയുടെ വാക്ക് കേട്ട്, നിന്റെ ഉപ്പാന്റെ വാക്ക് കേട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കഞ്ഞി മുടക്കരുത്, ആ പാവപ്പെട്ട പെൺകുട്ടി ആട്ടിവിടരുത്. ഉടൻ തന്നെ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ അബ്ദുല്ലാനെ വിളിച്ചിട്ട് ഭാര്യയെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞപ്പോ
അബ്ദുള്ള മകൻ ഉപ്പയുടെ വാക്ക് കേട്ട് തൊലാക്ക് ചൊല്ലിയില്ലേ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, മോനെ ഇൻകാന അബൂക മിസ്ല ഉമറ, നിന്റെ ഉപ്പ ഉമറിന്റെ പദവിയുള്ള ആളാണെങ്കിൽ പോയി തൊലാക്കില്ലിക്കടോ. വലിയൊരാശയാണ്. നിന്റെ ഉപ്പ ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്താണെങ്കിൽ, നിന്റെ ഉമ്മ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളുടെ ഉമ്മയുടെ പവറുള്ളവരാണെങ്കിൽ പോയി തൊലാക്ക് ചൊല്ലിക്കോ. അല്ലേ, മാതാപിതാക്കളുടെ വാക്ക് കേട്ട് ഒരാളും ഭാര്യമാരെ കൈയൊടിക്കരുത്, ഒരാളും ഭാര്യമാരെ തൊലാക്ക് ചൊല്ലരുത്. ഇൻഷാ അല്ലാഹ് തൊലാഖിന്റെ ഗാംഭീര്യങ്ങൾ നമ്മുടെ ഈ 10 ദിവസത്തെ വഅദിന്റെ വേദികൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ജീവിതത്തിൽ ഖൈർ നൽകുമാറാവട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷം റാഹത്തും കാണിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഉമ്മാക്ക് വേണ്ടി ഭാര്യയെ കൈയൊടിക്കരുത്, ഭാര്യയുടെ വാക്കുകേട്ട് മാതാപിതാക്കളെയും കൈയൊടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സജ്ജനങ്ങൾ പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ചവരെ, ഞങ്ങളുടെ നാട്ടുകാരാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാടിന്റെ പല ഭാഗത്തുമുള്ള പല മഹല്ലത്തിലുമുള്ള പ്രായം ചെന്നവരുണ്ട്. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വേദിയിലും സദസ്സിലും ഞങ്ങളുടെ ഉപ്പമാരുടെ പ്രായം ചെന്ന ഉമറാക്കൾ ഉസ്താദുമാർ ഈ വേദിയിലുണ്ട്. രോഗമുള്ളവരാണ്. എന്നിട്ടും അവർ സന്തോഷത്തോടെ മുഴുവൻ സമയവും ഞങ്ങൾ ആശീർവദിക്കുകയും ഞങ്ങളെ സന്തോഷിപ്പിക്കാനും ഞങ്ങൾക്ക് തുണരും തണയിണയും തുടയുമായി ഞങ്ങൾക്ക് തണലായി ഈ നാട്ടുകാർക്ക് ഒരു നേതൃത്വമായി നിന്ന ഉമറാക്കൾക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ പ്രായം ചെന്ന ഉമ്മമാർ, പടച്ചവനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശഫിയാക്കി കൊടുക്കണേ റഹ്മാനെ. ആഫത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. ഞാൻ ഈ പ്രസംഗം ഇന്ന് നിർത്തുന്നു. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ, ഭർത്താവിന് കൺകുളിർമയാകുന്ന ഭാര്യ, അഥവാ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, കനപ്പെട്ട നമ്മുടെ ഉമ്മയും ബാപ്പയും കഴിഞ്ഞാൽ ജീവിതത്തിലെ 2 ഘടകങ്ങൾ ഭാര്യ ഭർത്താവ്. അത് നാളത്തെ വിഷയം ഭാര്യയാണ്, മറ്റന്നാള് ഭർത്താവുമാണ്. 2 രണ്ടാക്കി തിരിച്ചിരിക്കുന്ന കാരണം അത് ഒന്ന് വിലയിരുത്തി ചില ഗഹനമായ ഭാഗങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് രണ്ടുപേരും ആ 2 ഭാഗങ്ങൾ നാളെ നമുക്ക് സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തി പരസ്പരം സന്തോഷത്തോടുകൂടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ശൈത്താൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാ എന്ന് വിളിക്കണം. എന്തെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ അങ്ങോട്ടും വിളിക്കണം. ആ രംഗം മനസ്സിൽ കരുതണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ.